ഒരു ഉറക്കത്തിന്റെ പറഞ്ഞതുകൊണ്ട് ഉറക്കം നിദ്ര. അപ്പൊ അതിന്റെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതായിരിക്കും നല്ലത്. ഉറക്കത്തിന്റെ കാര്യമാണ് കഴിഞ്ഞ കുറി സംസാരിച്ചിരുന്നത്. നിദ്ര എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എങ്ങനെ ഉറങ്ങണം, എത്ര സമയം, ആർക്കൊക്കെ ഉറങ്ങാം, ആർക്കൊക്കെ അരുത്, പകലുറക്കം ആർക്കാവാം. ഇതിപ്പോ നമ്മൾ ഇത് മാത്രാതിശീയമാണോ നമ്മൾ നോക്കണേ? 8-ാം അധ്യായത്തെ മാത്രാശിരീയം അല്ലേ? അതല്ലേ? അത് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ ഉറക്കത്തിന്റെ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് തോന്നുന്നു. ഇപ്പൊ തൈറോയ്ഡ് രോഗങ്ങൾ കൂടി വരികയാണല്ലോ. അപ്പൊ അത് കണ്ഠരോഗങ്ങളിൽ വരും തൈറോയ്ഡ് രോഗങ്ങളൊക്കെ. അപ്പോ വിഷാർത്ഥ കണ്ഠരോഗീച്ച നൈവജാതു നിശാസ്വപി എന്ന് പറയുന്നുണ്ട്. വിഷരോഗികള് കണ്ഠരോഗികളൊക്കെ രാത്രി കൂടി ഉറങ്ങരുതെന്നാണ്. അപ്പോ ഉറക്കം അമിതമായതാൽ തന്നെ ഈ കണ്ഠരോഗങ്ങൾ കൂടും. അസമയത്തുള്ള ഉറക്കം, അകാല ജാഗരാനർത്ഥം പ്രാതസ്വപ്യാത ഭുക്തവാൻ എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അകാല ശയനാത് മോഹജ്വര സ്ഥൈമിത്യ പീരസം ശിരോരു കാസ ഹൃല്ലാസ സ്രോതോരോധ അഗ്നിമന്ദത. അഗ്നിമാന്ദ്യം ഉണ്ടാവും അകാലത്ത് ഉറങ്ങിയിട്ട്. അഗ്നിമാന്ദ്യം കണ്ഠരോഗങ്ങൾക്കൊരു കാരണമാണ്. അതിപ്പോ 8-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. താലൂലും കണ്ഠത്തിലും ശോഫം ഉണ്ടാവും അഗ്നിമാന്ദ്യം ഉണ്ടെങ്കിൽ. അഗ്നിമാന്ദ്യം ഉണ്ടാവാനുള്ള കാരണം അകാല ശയനമാണ്. അകാല ശയനം സൂര്യോദയത്തിനും അസ്തമനത്തിനും സമയത്ത് ഉറങ്ങുന്നതും പകലുറങ്ങുന്നതും. ശ്രോതോരോധം അഗ്നിമാന്ദ്യം ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കണ്ഠരോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾക്കും ഉള്ള കാരണമാണ്. സംശയമുണ്ടോ? അതാണ് അതിന്റെ കാരണം. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അഗ്നിമാന്ദ്യം ഇല്ലാതെ ഉള്ള ആൾക്കാർ പകല് ഉറങ്ങില്ല, പകൽ ഉറങ്ങാതിരിക്കുക, അഗ്നിമാന്ദ്യം ഉണ്ടാവില്ല. അപ്പോ കണ്ഠരോഗങ്ങളൊക്കെ ഒഴിവായി കിട്ടും. എല്ലാവരും കണക്ട്. ഉറക്കം കൊണ്ട് അഗ്നി കുറയും, ജഠരാഗ്നി കുറയോ ഉറക്കം അധികമായല്ല? ഇല്ല 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 അകാല ശയനം കൊണ്ട് വരും. അകാല ശയനാത് മോഹ ജ്വര സ്ഥൈമിത്യ പീനസ ശിരോരു കാസ ഹൃല്ലാസ സ്രോതോരോധ അഗ്നിമന്ദത എന്ന് പറയും. ആ അകാലത്ത് ഉറങ്ങിയുണ്ടാവും. കാലത്തുള്ള ഉറക്കത്തിന് ബാധകമല്ല. കാലത്തോടെ രാവിലെ അല്ല, നിദ്രയുടെ രാത്രി കാലങ്ങളിൽ ഉറങ്ങണം. അപ്പൊ അഗ്നിമാന്ദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വളരെ വിശേഷിച്ചും സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യ കഴിഞ്ഞിരിക്കണം. അപ്പൊ ഈ തൈറോയിഡ് ഉള്ളവരുടെ ഉറക്കത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ടോ? തൈറോയിഡ് രോഗമുള്ളവരുടെ? അതാണ് പറയുന്നത്. തൈറോയിഡുള്ള ആൾക്കാര് ഏറ്റവും നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് റെഡി ആവണം. പകൽ ഉറങ്ങരുത്. രാവിലെ 8 മണി വരെ ഒന്നും ഉറങ്ങരുത്. അവർക്ക് വേണമെങ്കിൽ ഇരുന്നുറങ്ങാം. മധ്യാഹ്നത്തിൽ വേണമെങ്കിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇരുന്ന് അരൂക്ഷം അനഭിഷ്യന്തി ആസീന പ്രബലായുധം എന്ന് പറയും. ഇരുന്നുറങ്ങിയാൽ യാതൊരു ദോഷവും വരില്ല. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കണ്ണടക്കുക. കിടന്നുറങ്ങരുത്. സന്ധ്യാസമയത്തും ഉറങ്ങരുത്. രാത്രിയും വൈകുന്നേരത്തും രാവിലെയും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചില ആൾക്കാർ പ്രകൃത്യാ തന്നെ, ചിലർ നേരത്തെ എണീക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ പ്രകൃതിയോ കൊണ്ട് ജന്മന തന്നെ ഒരുപാട് രാത്രി എണീറ്റിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അതിരാവിലെ എണീക്കാൻ ഇഷ്ടമുള്ള, അത് നമ്മൾ പറയാണ്ട് തന്നെ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില ആൾക്കാർ
സ്വാഭാവികമായിട്ട് തന്നെ രാവിലെ തന്നെ എണീക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അങ്ങനെയല്ല, ഉറക്കളച്ച് പണിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാ, പഠിക്കാനൊക്കെ ഒരുപാട്. അവര് രാവിലെ എണീക്കില്ല താനും. അവർക്കാണ് ദോഷം ചെയ്യുക. രാത്രി ഉറക്കമൊഴിച്ച് രാവിലെ ഉദയസമയത്ത് കിടന്നുറങ്ങുന്നവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ട് വരിക. 1-2 മാസം കൊണ്ടല്ല, നിത്യം ശീലം കൊണ്ടാണ് ദോഷം വരിക. അവരുടെ രീതി മാറ്റിയേ പറ്റൂ. ഒരു ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ ആവില്ല. നിരന്തരം അപ്രകാരം ചെയ്താലാണ് ബുദ്ധിമുട്ട് വരിക. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ എക്സാമ്പിൾ എഴുതി. 7ാം അധ്യായം മുഴുവൻ കഴിഞ്ഞിട്ടില്ല. 8ലേക്ക് തുടങ്ങാം. 8ല് നമ്മൾ ഈ മാത്രയാണ് അതോ മാത്രാശീതി നാം അധ്യായം വ്യാഖ്യാസ്യാമ ഇത് അസ്മാവ് രാത്രയാതയോ മഹർഷയ. മാത്രയെ കുറിച്ചുള്ള വിവരണമാണ് പറഞ്ഞത്. മാത്ര എന്ന് പറഞ്ഞാല് ഔഷധത്തിന്റെ മാത്ര, അന്നത്തിന്റെ മാത്ര. ഇവിടെ ഔഷധത്തിന്റെ മാത്ര, അത് ഔഷധ കാലമുണ്ട്. അന്നത്തിന്റെ മാത്ര അത് ദഹനശേഷി അനുസരിച്ചാണ്, ആൾക്കാരുടെ ദഹനത്തിനനുസരിച്ചാണ്. ഒരു സാധാരണഗതിയില് രോഗമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ആഹാരത്തിന്റെ മാത്രയെ കുറിച്ച് പറയും. ഔഷധത്തിന്റെ മാത്രയ്ക്ക് പ്രത്യേകിച്ച് വ്യവസ്ഥയൊന്നുമില്ല. മാത്രായാന വ്യവസ്ഥാസ്തി വ്യാധിം കോഷ്ടം ബലം വയ ആലോച്യ ദേശകാല ഉച്ച യോജ്യ തദ്വസ്ഥ കൽപ്പന. മാത്രയ്ക്ക് ഒരു വ്യവസ്ഥയില്ല. മാത്രായാന വ്യവസ്ഥാസ്തി, ഒരു വ്യവസ്ഥയില്ല. അതിന് അടിസ്ഥാനം എന്താ? വ്യാധി, കോഷ്ടം, ബലം, വയസ്സ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മാത്ര നിശ്ചയിക്കുക. ഒരു ചെറിയ നീർവീഴ്ചയും ചൂടുള്ളൂ, കോൾഡ് ഉള്ളൂങ്കിൽ ചെറിയ ഡോസ്, നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഒരു 100, 110, 105 ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലൊരു 37 മുകളിൽ ഒരു സെന്റിഗ്രേഡ് ആണെങ്കിൽ, ഒരു 100 above 100 ഉണ്ടെങ്കിൽ ആ ഡോസ് അല്ല ചുരുങ്ങിയ ചെറിയ കോൾഡിന് ഉപയോഗിക്കും, വ്യാധിക്കനുസരിച്ച്. അതേപോലെ ഡിസെൻട്രി വരികയാണ്, ഒരു ലൂസ് മോഷൻ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ, അതല്ല അതികലശലായ വയറിളക്കം വരികയാണെങ്കിൽ ഡോസ് മാറും. വ്യാധിക്കനുസരിച്ച് ഡോസ് മാറിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, കോഷ്ടത്തിനനുസരിച്ച് നമ്മളെ വായ മുതൽ മലദ്വാരം വരെയുള്ള കോഷ്ടം, അതിനാണ് കോഷ്ടം എന്ന് പറയാം. ഇവിടെ കോഷ്ടത്തിന് 3ആയി തിരിക്കും: മൃദു കോഷ്ടം, ക്രൂരകോഷ്ടം, മധ്യകോഷ്ടം. ഇതനുസരിച്ച് ക്രൂരകോഷ്ടന്റെ ചികിത്സയല്ല മൃദുകോഷ്ടന് ഉണ്ടാവുക. മൃദുകോഷ്ടന് ചെറിയ ചൂടുവെള്ളം കുടിച്ചാൽ വയറിളകും. ക്രൂരകോഷ്ടന് അങ്ങനെയല്ല, ശക്തമായ ഉണക്കണ്ണ കുടിച്ചാലും ചിലപ്പോൾ ഇളകിയില്ല എന്ന് വരും. അപ്പൊ അതനുസരിച്ച് നമ്മള് ഡോസ് വ്യത്യാസം വരും, മാത്രയ്ക്ക് വ്യത്യാസം വരും, ബലത്തിനനുസരിച്ച് മാറ്റം വരും, ദേഹബലം. വയസ്സനുസരിച്ച് കുട്ടികളുടെ ഡോസ് അല്ല വലിയവർക്ക്, അതല്ല വൃദ്ധന്മാർക്ക്. ഓരോ ദേശത്തും ഓരോ കാലത്തും. ഇപ്പോ അമേരിക്കയിലുള്ള ഡോസ് ആവില്ല ഇവിടെ, ഇതാവില്ല കാശ്മീരില്. ദേശവും കാലവും കാലാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ആയുർവേദത്തിൽ ഡോസ് നിശ്ചയിക്കുക. മാത്ര എന്ന് പറയുന്നത് ഭക്ഷണത്തിനും ആകാൻ പാടില്ല ഡോക്ടർ? രണ്ടിലും വരും. ഭക്ഷണത്തിന്റെ മാത്ര വരും, ഔഷധത്തിന്റെ മാത്ര വരും, രണ്ടും വരും. ഔഷധത്തിന്റെ മാത്ര ആണ് ഇപ്പൊ പറഞ്ഞത്. ഭക്ഷണത്തിന്റെ മാത്രം ഇതുപോലെ തന്നെയാണ്. ഇപ്പോ ഒരു കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ ഉള്ള അതേ ഭക്ഷണക്രമമല്ല ഉഷ്ണമേഖലയില്. ഡോസ് വ്യത്യാസം. ഒരു നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ, ഇന്ത്യ തന്നെ
ഡിസംബർ ജനുവരി മാസത്തില് ഉത്തരേന്ത്യ പോയാല് ആ കാലഘട്ടത്തിലുള്ള ഭക്ഷണമല്ല അവിടെ തന്നെ ജൂലൈ മാസത്തിൽ തന്നെ. അത് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഭക്ഷണക്രമത്തിന് എല്ലാറ്റിനും മാറ്റങ്ങൾ വരുത്തണം. അതല്ലെങ്കിൽ അത് ദോഷങ്ങൾ ഉണ്ടാക്കും, ദഹനശേഷി കുറയ്ക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ അമേരിക്കയിൽ ഇവിടുത്തെ ഒരു 4 വ്യത്യസ്തമായിട്ടുള്ള ഋതുക്കൾ വളരെ കൃത്യമായിട്ട് നമ്മളെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതലുണ്ട്. ഇവിടെ നല്ല മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് തന്നെ, അതുമാതിരി തന്നെ അതിന് സ്പ്രിങ് എന്ന് നമ്മൾ പറയണ വസന്തം മാതിരിയുള്ളത്, അങ്ങനെ 4 കാലങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇവിടെ എങ്ങനെ ഭക്ഷണക്രമം ക്രമീകരിക്കുക നമ്മൾ ഇവിടുത്തെ ഒരു രീതിക്ക്? തണുപ്പ് കാലത്ത് കൂടുതൽ ഗോതമ്പ് ഉപയോഗിക്കുക, സ്നിഗ്ധമായിട്ടുള്ള ഉപയോഗിക്കുക, നെയ്യ് മുതലായത് ഉപയോഗിക്കുക, പരിപ്പുകള്, ഉഴുന്ന് ഒക്കെ ഉപയോഗിക്കുക. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ മാംസരസം ഉപയോഗിക്കാം തണുപ്പ് കാലം. കുറേശ്ശൊക്കെ എരിവ് രസം, ഇഞ്ചി, കുരുമുളകൊക്കെ ഉപയോഗിക്കാം തണുപ്പ് കാലങ്ങളിൽ. വേനൽക്കാലത്ത് അത്രയും ഉഷ്ണമായിട്ടുള്ള ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ട്, ദഹിക്കാൻ പ്രയാസം വരും. വേനൽക്കാലത്ത് ലൈറ്റ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. വേർപ്പ് ജാസ്തി ഉണ്ടാവും, അപ്പൊ വെള്ളത്തിന് വ്യത്യാസം വരും ബോഡിയിൽ. അപ്പൊ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം വേനൽക്കാലത്ത്. പിന്നെ ഇവിടുത്തെ ഈ തണുപ്പ് കാലത്ത് ശരീരം വേർക്കാണ്ട് ഉണ്ടാവും, ഒരുപാട് നാൾ വേർക്കാണ്ടിരിക്കും. അത് ദോഷമാണോ നമുക്കത്? അത് ദോഷാണ്. അതിനാണ് നമ്മൾ എരിവ് രസം, ഇഞ്ചി, കുരുമുളകൊക്കെ ഉപയോഗിക്കുന്നത്. ചൂടുള്ള ഭക്ഷണം ഉപയോഗിക്കുന്നത്. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ചെറുതായിട്ടൊന്ന് വേർക്കും, സെക്രട്ടാലും ചെറുത്. പിന്നെ വ്യായാമം ചെയ്യണം തണുപ്പ് കാലത്ത്. അപ്പൊ അതെങ്ങനെയാ വെച്ചാല് തണുപ്പ് കാലത്ത് നമ്മൾ വേർക്കുന്നവരെയാണല്ലോ വ്യായാമം ചെയ്യുക ആൾക്കാർക്ക്. നമ്മളത് പറയണ്ടായി 2ാം അധ്യായത്തില്, അർദ്ധശക്തിയാ നിഷേവ്യസ്തു ബലിബി സ്നിഗ്ധഭോജിബി ശീതകാലേ വസന്തേച്ച എന്ന് പറയണ്ടായി. അപ്പോ ശീതകാലത്ത് വേർക്കണമെങ്കിൽ ചിലപ്പോ 1 മണിക്കൂർ മതിയാവില്ല. മൂക്കും നെറ്റിയും വേർക്കണമെങ്കിലേ. അപ്പൊ വേർപ്പും കഴിഞ്ഞിട്ട് വീണ്ടും വ്യായാമം ചെയ്താലാണ് ഗജം സിംഹൈവ ആകർഷൻ ഭജന്യതി വിനശ്യതി എന്ന് പറയുന്നത്. അപ്പൊ അമിതമായി അവ നെറ്റിയും മൂക്കും വേർക്കുന്നവരെയാണ് വസന്തത്തിലും ശീതകാലത്തും ചെയ്യാവൂ വ്യായാമം രാവിലെ. അങ്ങനെ വന്നാല് ചെറുതായി വേർക്കുമല്ലോ. എന്നിട്ട് കഴുത്തിന് കീഴ്പോട്ട് കവോഷണമായിട്ടുള്ള ജലം കൊണ്ട് കഴുകുക. തലയിൽ കുറച്ചുകൂടി തണുപ്പ് പിടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂട് കുറച്ചിട്ട് തലയിൽ ഒഴിക്കുക. ദേഹത്തൊഴിക്കുന്ന അതേ ചൂട് തലയിൽ പാടില്ല, ഒഴിക്കുക. അങ്ങനെ ചെയ്താല് ഈ കാലാവസ്ഥാജന്യമായിട്ടുള്ള ദോഷങ്ങൾ ബാധിക്കില്ല എന്ന് മാത്രമല്ല, നല്ല മലമൂത്രങ്ങളൊക്കെ ശരിക്കും പോകും, വേർപ്പ് പോകും. നമ്മൾ ഈ തെർമൽ വെയറൊക്കെ ധരിക്കുമ്പോഴേ തണുപ്പിന്ന് രക്ഷപ്പെടുമെങ്കിലും അതൊരു സുഖമുള്ള ഏർപ്പാടൊന്നല്ല. അത് ശരിക്കും തെർമൽ വെയർ ധരിച്ചിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. ചില ആൾക്കാർ ചെറുപ്പത്തിൽ ശീലമാക്കി, അങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് പലയിടത്തും. -20, -24 അങ്ങനെ സ്ഥലത്തൊക്കെ, ഈ ടിബറ്റിലൊക്കെ, കൈലാസത്തിലൊക്കെ പോകുമ്പോ അങ്ങനെയാ ചില സമയത്ത് അവിചാരിതമായിട്ട് വരാം. അപ്പൊ നമ്മള് തെർമൽ വെയർ കയറ്റിയിട്ടാണ് പോവുക, ഉള്ളൻ ഡ്രസ്സിങ് ഒക്കെ ആയിട്ട്, ഈ കോട്ടും ഇതൊക്കെ ആയിട്ടാ പോവുക. അതേ രീതിയിൽ കിടന്നുറങ്ങിയാൽ സാധ്യമാവില്ല, വേർക്കും, ചൊറിച്ചിലൊക്കെ വരും, ബുദ്ധിമുട്ടാവും. അപ്പൊ എപ്പോഴും രാത്രി കിടക്കുമ്പോ അമിതമായിട്ടുള്ള ഉഷ്ണമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക നല്ലത്. ചെറുതായിട്ടാവാം, അപ്പൊ ചൊറിച്ചിലുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ വേർപ്പ് വരില്ല. അപ്പൊ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് തുടച്ചാലും മതിയാവും, അമിതമായിട്ട് ഷിവറിങ് വരാതിരിക്കാനായിട്ടേ. അപ്പൊ അത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മള്
കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമുക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് ശാസ്ത്രോക്തം തന്നെയാണ്. അവസ്ഥാനുവിധാനം എന്ന് പറയും. അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പൊ അവിടെ തണുപ്പുള്ള സമയത്ത് വ്യായാമം ചെയ്യണത് സമയം കൂട്ടണം. വേനൽക്കാലത്ത് അത്ര സമയം വേണ്ട വേർക്കാൻ. ചിലപ്പോൾ 20 മിനിറ്റോ 25 മിനിറ്റോ മതിയാവും. അത്ര മതി. എന്നും 1 മണിക്കൂർ നടക്കാറുണ്ട്, നടക്കില്ല. അത് ശരിയാവില്ലല്ലോ. നന്നായിട്ട് ദേഹം അനങ്ങി വ്യായാമം ചെയ്യണമെന്നാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഒരു ലാഘവം, ലഘുത്വം ഫീൽ ചെയ്യും, വിശപ്പ് കൂടും, ധാത്വഗ്നിവൃദ്ധി വരും. അതാണ് തണുപ്പ് രാജ്യങ്ങളിലുള്ള ശീതകാലത്തും വസന്തത്തിലുള്ള ഈ വ്യായാമത്തിന്റെ ക്രമം. പ്രത്യേകിച്ച് ഈ ആയുർവേദം ഉണ്ടായ സ്ഥലം ഒരു ശൈത്യമേഖല പെടും. ശൈത്യമേഖല, മിതശീതോഷ്ണ മേഖല, ആ ഭാഗത്ത് പെടും. ഉഷ്ണമേഖലയിലുള്ള ശാസ്ത്രം അല്ലത്. നമ്മൾക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിൽ കുറെ മാറ്റങ്ങൾ വരും. കേരളത്തിൽ 6 ഋതുക്കളില്ല, 6 ഋതുക്കളില്ല, 4 എണ്ണേ ഉള്ളൂ. തണുപ്പ് കാലമില്ല ഇവിടെ, കൊടും ചൂടുകാലം ഇല്ല, ഗ്രീഷ്മവും ഇല്ല, ഹേമന്തവും ഇല്ല നമുക്ക്. അവിടെ അമേരിക്കയിൽ ഇപ്പൊ ഹേമന്തം ഉണ്ടാവും, ഗ്രീഷ്മം ഉണ്ടാവും. ഗ്രീഷ്മം ഇത്ര തീവ്രമാവില്ല. അവിടെ ചൂട് കാലത്ത് ഒരു 40ന്റെ മുകളിൽ വരില്ലല്ലോ. ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ. പക്ഷെ മോസ്റ്റ്ലി ഉണ്ടാവില്ല. മോസ്റ്റ്ലി ഒരു 30-35 നിൽക്കുന്നുണ്ടാവും, നോർമൽ ലെവലിലോ. ഇവിടെ അങ്ങനെയല്ല, 45 to 52 ആണ് വരുന്നത്. രാജസ്ഥാൻ ചില ഭാഗങ്ങളിലൊക്കെ, ആന്ധ്ര. അപ്പൊ അവിടുത്തെ ആ സമയത്തുള്ള ഭക്ഷണക്രമം വേറെയാണ്. ദളിയ, ലിക്വിഡ് ഫുഡാണ് ജാസ്തി ഉപയോഗിക്കുക, വെള്ളം ജാസ്തി കുടിക്കുക. വേർക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ട് പോകും, വേർപ്പ് ദേഹത്ത് ഉണ്ടാവില്ല. അപ്പൊ ആ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ ആഹാരവും വിഹാരങ്ങളും മാറ്റണം. അത് മാത്രം. അതാണ് ഇവിടെ ഒരു സാമാന്യന ഉള്ള ഒരു സമയത്താണ് പറയണത്. പൊതുവെ ഒന്നും എക്സ്ട്രീം അല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് പറയുന്നത്. മധ്യവർത്തിയായിട്ട് പോവുക എന്ന് പറയും. സർവധർമ്മേഷു മധ്യമം. ആ മധ്യവർത്തിയായിട്ട് പോണ രീതി അവിടെ പറയുന്നത്. അതുപോലെ ഈ ഭക്ഷണക്രമം ഒരു മുൽഗാൻ, കുലത്താൻ, യൂഷം, മുൽഗയൂഷം, കുലത്തയൂഷം, അങ്ങനെ ഉള്ള ചില മുതിരച്ചാറ് ഉപയോഗിക്കാം. തണുപ്പില് ചെറുപയർ ചാറ് ഉപയോഗിക്കാം. യൂഷം തന്നെ വലിച്ചു കുടിക്കുന്ന രീതിയിൽ ലിക്വിഡ്. ഉഴുന്നും ചെറുപയറും ചേർത്ത് വേവിക്കും, എന്നിട്ട് നല്ല രസം പോലെ ആക്കും, അത് ഉപയോഗിക്കും. മാഷം, അത് ബല്യമാണ്, വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാവുന്നതാണ്. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് മാംസത്തിന്റെ യൂഷം ഉപയോഗിക്കാം. ഈ ആയുർവേദം നോൺ വെജിറ്റേറിയന് വിരോധി എന്നല്ല, അത് പ്രത്യേകം പറയുന്നുണ്ട്. നഹി മാംസ സമം കിഞ്ചിത് അന്യദേഹ ബൃഹത്തകൾ മാംസാദ മാംസം മാംസേന സമ്പ്രദത്വാദ് വിശേഷത എന്ന് പറയും. മാംസം തിന്ന് ജീവിക്കുന്ന ജീവികളുടെ മാംസമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നാ പറയാ. മാംസാദ മാംസം. അപ്പോ ഈ മാംസ്യം ആവശ്യമാണല്ലോ, അത് ജീവികളുടെ നിന്ന് കിട്ടും. വൈറ്റമിൻ B12 ഒക്കെ പറയില്ലേ, അപ്പൊ അതൊക്കെ കിട്ടില്ലോ, ഈ അനിമൽ എന്ന് വരണാണല്ലോ. അല്ലാതെയും വരും. അതിവിടെ നമ്മളിങ്ങനെ മാംസം കഴിക്കുന്ന ആൾക്കാർ ഇവിടെ കഴിക്കണത് ഈ ചിക്കനും അതുപോലെ തന്നെ ബീഫൊക്കെ അല്ലേ. അത് മാംസം കഴിക്കണ ഇതല്ലല്ലോ. ഈ ബീഫ്, കോഴി എന്നൊക്കെ പറയണത് വെജിറ്റേറിയൻ അല്ലേ. കോഴി എന്ന് പറഞ്ഞാല് ഈ വിട്ടുപേഞ്ഞിട്ടുള്ള കോഴി വേണം. ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് ഉള്ള കോഴി, ബ്രോയിലർ ചിക്കൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ
ഈ ബീഫ് ഉണക്കി വെച്ചിട്ട് ഉപയോഗിക്കും ആൾക്കാർ. എടുത്ത് ഉണക്കി വെക്കും, പിന്നെ വെള്ളത്തിലിട്ട് ചേർത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ചില രാജ്യങ്ങളിലൊക്കെ. ടിബറ്റിലൊക്കെ ഹിമാലയൻ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയല്ലേ, ഈ മാംസം ഉണക്കി സൂക്ഷിക്കല്ലേ ചെയ്യവര്? ഉണക്കി സൂക്ഷിക്കും. അത് ഈ ആക്കിന്റെ ഒക്കെ ഈ ഫാറ്റൊക്കെ ഉണക്കി എടുത്തു വെക്കും. ഈ മാംസം കഴിക്കുന്ന ജീവികളെന്ന് പറഞ്ഞതില് ഒരു കാര്യം മത്സ്യമാണ്. മത്സ്യം കഴിക്കുന്ന മാംസം അതായിരിക്കും ആയുർവേദത്തിലൊക്കെ പറഞ്ഞത്. മത്സ്യം കഴിക്കുന്നത് മാംസം. മത്സ്യം കഴിക്കുന്ന മത്സ്യം 2 തരണ്ടേ. വെജിറ്റേറിയൻ മത്സ്യങ്ങളുണ്ട്, നോൺ വെജ് മത്സ്യങ്ങളുണ്ട്. അത് നോൺ വെജ് മത്സ്യങ്ങളാണ് നല്ലത്. ഇപ്പോ ബ്രാല്, ഇവിടെ നമ്മൾ കണ്ണൻ എന്ന് പറയും, അത് നോൺ വെജാ. അത് മറ്റു ജീവികളെ പിടിച്ചു തിന്നും, അതാവാം. അതിൻ്റെ അത്ര ഗുണമുള്ളതല്ല മറ്റ് ഈ മത്സ്യഭക്ഷണം ഇല്ലാത്ത മാംസാഹാരികളല്ലാത്ത മത്സ്യങ്ങൾക്ക്. ഒരു ഈ ചില ഭംഗിക്കൊക്കെ വളർത്തുന്നില്ല ചില മത്സ്യങ്ങള്, അതേപോലെ ചില ഈ പായൽ തിന്നുന്ന മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളുടെ ഗുണം, അതിനേക്കാൾ ഗുണമുള്ളത് ഈ മറ്റു ജീവികളെ തിന്നുന്ന മത്സ്യങ്ങൾക്കാണ്. മാംസാദ മാംസം എന്ന് പറയും. അതാണ് കൂടുതൽ പൗഷ്ടികമായിട്ടുള്ളത്, പുഷ്ടി തരാം. പിന്നെ ചില ഈ ജീവികളുടെ ഇപ്പൊ ഈ പ്രത്യേകമായിട്ടുള്ള ചില കടലിലോ ഈ ശുദ്ധജലത്തിലൊക്കെ ഉണ്ടാവുന്ന മത്സ്യങ്ങളുണ്ട്. അത് ഈ തീറ്റ മത്സ്യങ്ങളായിട്ട് വളർത്തുന്ന രീതി ഉണ്ട് ഇപ്പൊ ഇവിടെ. അവർക്ക് ഈ ചിക്കൻ്റെ ഒക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. ചില ഈ ആഫ്രിക്കൻ മൊയ്യ അങ്ങനെ സ്ഥലത്തൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഭീകരമാണ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കണ ചിക്കൻ വേസ്റ്റ് കൊടുക്കണ മത്സ്യങ്ങള് ഭയങ്കര, അത് ആ മത്സ്യങ്ങൾ കഴിക്കുന്ന മനുഷ്യന് തീവ്ര സ്വഭാവം ഉണ്ടാവും, ക്രൂരത കൂടും. ചില ആഫ്രിക്കൻ മൊയ്യകളൊക്കെ ചെറിയ കുട്ടികളെ അടക്കം വിഴുങ്ങണ വലിയ വലിയ മത്സ്യങ്ങളുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഞാൻ ഒരിക്കലും ക്രോക്കഡൈലിന്റെ മാംസം കഴിച്ചു. വളരെ സ്വാദിഷ്ടമാണ്. ഏറ്റവും സാധാരണ മാംസം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രോക്കഡൈൽ നല്ലതാണ്. ക്രോക്കഡൈലിന്റെ ഈ സെമൺ ഏറ്റവും നല്ലതാണ്. ബീജം വൃഷ്യാണ അഗ്രം എന്ന് പറയും, നക്കർ രേതസ് എന്ന് പറയും. നക്കർ എന്ന് പറഞ്ഞാൽ ക്രോക്കഡൈലാണ്. ക്രോക്കഡൈൽ മാംസം ഇവിടെ നിന്ന് ഇന്ത്യയിൽ ബാൻഡാണ്, കിട്ടില്ല. അത് ആഫ്രിക്കയിലാവും അല്ലേ? അവിടെ കിട്ടും, ഇവിടെ ഇല്ല. ഇവിടെ ഈ അതിന് തുല്യമായിട്ടുള്ള ഈ ഉടുമ്പ പറഞ്ഞ സാധനം, ഓന്തിന്റെ വർഗത്തിലുള്ള ഉടുമ്പും അതേപോലെ തന്നെയാണ്, വളരെ വല്യമാണ്. ഉടുമ്പിന്റെ ഫുഡ് നോൺ വെജ് തന്നെയാണ്. ക്രോക്കഡൈലാണ് വളരെ ഈ അതിന്റെ രേതസ്സാണ് അഗ്രമായിട്ടുള്ളത്. വൃഷ്യാണ് അഗ്രം എന്ന് പറയും. അപ്പൊ അന്നത്തെ കാലത്ത് ക്രോക്കഡൈലിന്റെ രേതസ്സൊക്കെ ധാരാളം ഉപയോഗിച്ച് കാണും. അഥവാ ചില ആൾക്കാർ ക്രോക്കഡൈലിനെ വളർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. മുതലേ വളർത്തുന്ന ആൾക്കാരുണ്ട് വ്യാവസായികമായിട്ട്. ഇപ്പൊ അത് വളർത്താൻ പാടില്ല തോന്നുന്നു. മുതൽ 2 തരം ഉണ്ട്. ഈ ചീങ്കണ്ണി പറഞ്ഞ സാധനം ഉണ്ട്, അതായാലും സെയിം എഫക്റ്റ് ആണ്. മുതലയുടെ ചില ത്വക്ക് രോഗങ്ങൾക്ക് മുതലയുടെ വസ ഉപയോഗിക്കും. അതേപോലെ ഈ മലമ്പാമ്പ്, പെരുമ്പാമ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പെരുമ്പാമ്പ് വളരെ വിശിഷ്ടമായിട്ടുള്ള ചൈനയിലോ മറ്റേ ഈ ജപ്പാനിലൊക്കെ അവർ ഉപയോഗിക്കും, വളർത്തും കഴിക്കാനായിട്ട്. അതും അവർക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ വസ
ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കും. ഈ സോറിയാസിസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തേനൊക്കെ. അപ്പൊ വളരെയധികം ഈ കാര്യങ്ങളിലൊക്കെ ഭക്ഷണക്രമത്തിലൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ മനസ്സിലാക്കാം. സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണത്തിലെ ഈ ചകഞ്ഞു തിന്നുന്ന ജീവികള്, വിഷ്കിരങ്ങൾ എന്ന് പറയും, കോഴി മുതലായത്, അതിൻ്റെ ഗുണം വേറെ, ഓടി നടക്കുന്നതിൻ്റെ വേറെ. ഈ പച്ചിലകൾ മാത്രം തിന്നണതാണല്ലോ ഈ ആട് മുതലായതൊക്കെ. ആടിന്റെ മാംസം ശരീരധാതു സാമാന്യമാണ്, അത് വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നുണ്ട്. മനുഷ്യന്റെ ധാതുക്കൾക്ക് തുല്യമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആടിന്റെ മാംസം ഔഷധ രൂപേണ ഉപയോഗിക്കും. അജമാംസ രസായനം, അങ്ങനെ ചില ഈ പാർക്കിൻസൺ രോഗങ്ങളൊക്കെ ഇല്ലേ, വിറയല്, കമ്പം, അതിനൊക്കെ അജമാംസം ഉപയോഗിക്കും, നല്ലതാ. മാംസാഹാരം ദോഷമൊന്നുമല്ല, അത് സദ്യോഹതം മാംസമായിരിക്കണം. അതിന് സാത്വിക സ്വഭാവം നശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷിച്ചിരിക്കണം. സദ്യോഹതം മാംസം തമോ ഗുണമല്ല. ശുഷ്കമാംസങ്ങൾ എന്ന് പറയും. ശുഷ്കമാംസങ്ങൾ വർജിക്കാൻ പറയേണ്ട 8ാം അധ്യായത്തിൽ. ശുഷ്കമാംസാനി യവകാൻ ഫാണിതം ച വർജയിൽ പറയുന്നുണ്ട്. അപ്പൊ ശുഷ്കമാംസങ്ങളെ ഉണക്കി എടുത്തു വച്ചിട്ടുള്ള മാംസങ്ങൾ അമിതമായിട്ട് എപ്പോഴും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ആ ശുഷ്കത കളഞ്ഞ് വെള്ളത്തിലിട്ട് ചേർത്ത് കുതിർത്തി ഉപയോഗിക്കുമ്പോഴും ആ ശുഷ്കത്വം കുറയുമെങ്കിലും അതിൻ്റെ ആ ദോഷവശം കൂടി വരും. ദോഷവശം എന്ന് പറഞ്ഞാല് കോഷ്ഠത്തിന്റെ ദോഷങ്ങൾ ഉണ്ടാക്കും. ചില ആൾക്കാർക്ക് ചില ഈ പ്രവാഹിക മുതലായ രോഗങ്ങൾ ഉണ്ടാക്കും. ഈ IBS പോലത്തെ ചില രോഗങ്ങൾ ഉണ്ടാക്കും. ചില ഡിസെൻട്രി പോലത്തെ ചില അസുഖങ്ങൾ ഉണ്ടാക്കും. മലം ശരിക്കും പ്രവൃത്തി ശരിയാവില്ല, വയറുവേദനയ്ക്കും കക്കൂസിപ്പോണെന്നൊന്നും പോവില്ല. ഈ അമീബിയാസ് ഒക്കെ ഇല്ലേ, അതിന് തുല്യമായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടാക്കും ശുഷ്കമാംസങ്ങൾ. അത് കുറെ കഴിഞ്ഞാൽ അത് അമീബിയാസ് ആയിട്ട് മാറും. ഭയങ്കര പ്രശ്നമാണ്, അബ്സോർഷൻ ഉണ്ടാവില്ല ബോഡിയിൽ, വെയിറ്റ് ലോസ് വരും. അത് ബുദ്ധിമുട്ട്. അത് പിന്നീട് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ക്രോൺസ് ഡിസീസ് പോലെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ശുഷ്കമാംസങ്ങള് അമിതമായിട്ട് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിനെ സ്നിഗ്ധമാക്കണം. ശുഷ്കത്വം കളഞ്ഞ് അതിനെ എണ്ണയിലിട്ട് പൊരിച്ച് ഉപയോഗിക്കണം. അനുപാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായില്ലേ, അപ്പോ അഗ്നിദീപ്തികരമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അതിനെ പാകം ചെയ്യണം. അങ്ങനെ വരുമ്പോ അതിന്റെ ശുഷ്കത്വം കുറേയേറെ ശ്രമിക്കും. നമ്മൾ നിവൃത്തിയില്ലായിട്ടാണല്ലോ എടുത്തു വെക്കണത്, ശുഷ്കത ഉണ്ടാക്കണത് അങ്ങനത്തെ രാജ്യങ്ങളില്. അപ്പൊ അവിടുത്തെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. സാധാരണ ദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഈ ഭക്ഷണക്രമല്ല കൊടും തണുപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് അർത്ഥം. കഴിയുന്നതും പച്ചമാംസം ഉപയോഗിക്കലാണ് അവിടുത്തെ നല്ലത്. ദോഷം ഉണ്ടാവില്ല. പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കാം, പാകം ചെയ്യാതെ, ഉണക്കാതെ ഉപയോഗിക്കാം. ഈ ജാപ്പനീസിന്റെ ഈ സൂഷി എന്ന് പറഞ്ഞിട്ട് ഈ പച്ചമീന് ഒരു വിഭവം ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ പച്ചമീൻ പാകം ചെയ്യാണ്ട് തന്നെ പച്ചമീൻ എടുത്തിട്ട് അതിനകത്ത് സൂഷി എന്ന് പറഞ്ഞിട്ട്. അനുയോജ്യമാണ്, നല്ലതാ. അവിടുത്തെ കാലാവസ്ഥയും കണ്ടീഷനും നല്ലതാണ്. പച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉണക്കി വേവിക്കാനുള്ള പറ്റില്ല അവർക്ക്, അതിന് എഫക്റ്റ് കുറയും. പച്ചയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ പുസ്തകങ്ങളിൽ പലർക്കും കാലാവസ്ഥാജന്യമായിട്ടുള്ള ചില അവസ്ഥാവിധാനത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ കൊടും തണുപ്പുള്ള സ്ഥലങ്ങളില്, ശീതത്വം കൂടുതലുള്ള സ്ഥലങ്ങളില്, മഞ്ഞുള്ള സ്ഥലങ്ങളില്, ഐസുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിയുന്നത് നോൺ വെജ് പച്ചയായിട്ട് ഉപയോഗിക്കുക, പാകം ചെയ്യാതെ. അത് അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാല് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീവികളാവണം നമ്മൾ പിടിക്കുന്നത്. ഈ അൺഹെൽത്തി ആയിട്ടുള്ള ജീവികളെ പിടിക്കാൻ കിട്ടല്ലോ, എളുപ്പം പോയി വയ്യാത്ത ജീവികളെ പിടിക്കരുത്. നല്ല ആരോഗ്യമുള്ള ജീവികളുടെ മാംസം ഉപയോഗിക്കണം എന്നർത്ഥം.
നല്ല മത്സ്യമൊക്കെയാണ് നന്നായിട്ട് കിടന്ന് പിടക്കണ മത്സ്യം, ഹെൽത്തി ആയിട്ടുള്ള മത്സ്യത്തിന്റെ മാംസം ഉപയോഗിക്കണം. പണ്ട് നമ്മുടെ ഈ ഇതില് ഈ ഇപ്പൊ കാണാറില്ല അങ്ങനെ ഈ അജമാംസ രസായനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണ്ട് പരസ്യങ്ങൾ മാതിരി വരുന്നു. ഇപ്പൊ അധികം കാണുന്നില്ല. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എന്താ അറിയോ, പണ്ട് കാലത്ത് ഈ പോഷകാഹാര കുറവുകൊണ്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അമിത പോഷണം കൊണ്ടാണ് രോഗം ഉണ്ടാവുന്നത്. അത് ശരി. അതുകൊണ്ട് ഇപ്പൊ ഈ അജമാംസ രസായനത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഇപ്പൊ ബർഗറും ഈ എന്താ പറയുക ഈ ഉണക്ക ചിക്കനും ഒക്കെ എല്ലാം തിന്നിട്ട് ജീവിക്കുന്ന ആൾക്കാര്, എഗ്ഗും കെട്ടിത്തൂക്കിട്ടാണ് അതിന് പറയിരിക്കുക, ഷബർമ കുഴിമന്തി, ഇതൊക്കെയല്ലേ. അപ്പോ അമിത പോഷണം കൊണ്ടുള്ള ഒബിസിറ്റിയാണ് പ്രശ്നം. മറ്റങ്ങനെയല്ല, പോഷകാഹാര കുറവാണ്ട് മാൽന്യൂട്രീഷൻ കൊണ്ടുണ്ടാവുന്ന രോഗമായിരുന്നു. ആ മാൽന്യൂട്രീഷൻ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അജമാംസ രസായനം ഉപയോഗിക്കും. ഇപ്പൊ ഓവർ ന്യൂട്രീഷൻ കൊണ്ട് അപ്പൊ അജമാംസ രസായനം പറ്റില്ല, ചെലവുണ്ടാവില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് കാരണം. എന്നാലും മാംസരസം ഉപയോഗിക്കുന്ന ചില അവസ്ഥയുണ്ട്. ഇപ്പൊ ഈ പാർക്കിൻസൺസ് എന്നുള്ള രോഗം ഉണ്ടല്ലോ, വിറയല്ലേ, കമ്പം, ഇവിടെ കൂടി വരികയാണ്. അപ്പൊ പാർക്കിൻസൺ രോഗങ്ങളിലൊക്കെ മാംസരസം ഉപയോഗിക്കും. ആടിന്റെ മാംസം സമൂലമായിട്ട് എക്സ്ട്രാക്ട് ഉപയോഗിക്കും. അത് വളരെ വിശേഷം. ഒരു പാർക്കിൻസൺ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ചികിത്സിക്കുകയാണെങ്കിൽ ക്യൂറബിൾ ആണ്. ഒരു മാസത്തിനുള്ള രോഗം മാറും തുടക്കത്തില്. പക്ഷെ അത് അറിയില്ലല്ലോ, അത് ഇത് വരുന്നത് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാവില്ലല്ലോ പലപ്പോഴും. ഇല്ല, അറിയാൻ പറ്റണം വൈദ്യന്. അത് വാദത്തിന്റെ വൃദ്ധിക്ഷയങ്ങൾ പഠിക്കണം. വാദം വർദ്ധിച്ചാൽ എന്താണ്, വാദം ക്ഷയിച്ചാൽ എന്താണ്. വൃദ്ധസ്തു കുരുതയില്ല കാർഷികാർഷോഷ്ണ കാമിത്വ കമ്പാനാഹ ശകൽഗ്രഹാൻ എന്ന് പറയുന്നുണ്ട് വൃദ്ധാവസ്ഥയില്. പിന്നെ അതിന്റെ ഈ ക്ഷയത്തിന്റെ അവസ്ഥയിൽ വേറെ പറയുന്നുണ്ട്. പാർക്കിൻസൺ തുടക്കത്തിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ, അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്കത്? ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അതില് ഈ വാതകോപത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. വായു വൃദ്ധസ്തു കാർഷ്യം, കാർഷണം, ഉഷ്ണകാമിത്വം, കമ്പം, ആനാഹം, ശഹഗ്രഹം, ബലം, നിദ്ര, ഇന്ദ്രിയം, ഇതിനൊക്കെ പ്രംശം ഉണ്ടാവും. അങ്ങനെയുള്ള സൂക്ഷ്മ സമീക്ഷ നടത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് വൈദ്യത്വം. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല വൈദ്യത്വം. വ്യാധേ തത്വപരിജ്ഞാനം വേദനായശ്ച നിഗ്രഹം ഏതത് വൈദ്യസ്യ വൈദ്യത്വം ന വൈദ്യപ്രഭുരായുഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രോഗം നമ്മുടെ ശരീരത്തിൽ വരാൻ പോകുന്നതിന് മുൻപ് പൂർവ്വരൂപത്തിൽ തന്നെ പിടിക്കണം. ഇപ്പൊ പ്രമേഹമാണെങ്കിൽ പ്രമേഹം നമ്മളെ ശരീരത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ രോഗം വന്നാലേ അറിയുള്ളൂ. പ്രമേഹം വരാൻ പോണതിന്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ആ സമയത്ത് പറഞ്ഞ് അതിന് കണ്ടുപിടിച്ച് പരിഹരിക്കണം. പൂർവ്വരൂപം എന്ന് പറയും. അത് 2 കൊല്ലം മുമ്പ് തുടങ്ങും. 20 തരം പ്രമേഹമാണ്. അതിൽ 10 എണ്ണം കപചവും 6 എണ്ണം പൈത്തികവും 4 എണ്ണം വാതികവുമാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ വ്യാപ്യമായി പോയി. എന്നാലും പണിപ്പെട്ട ചില 10 എണ്ണത്തിൽ ചിലതൊക്കെ മാറിക്കണ്ടിട്ടുണ്ട്. അപ്പൊ ദേഹത്തിൽ വരുന്നതിന് മുമ്പ് ഒഴിവാക്കണം. അതാണല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. അതാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റണം. അതിന് അപ്പൊ ഇങ്ങനെ ഈ പാർക്കിൻസൺ ഒക്കെ പൂർവ്വരൂപത്തില്, അതായത് വംശാവലിയിലുള്ള ആൾക്കാർ, അതായത് അപ്പൂപ്പന്മാർക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ ഉള്ളവര്, എന്താണ് ചെയ്യേണ്ടത്? അവര് അത് വരാണ്ടിരിക്കാൻ ചെയ്യേണ്ടത് വാദം പിത്തം കഫം 3 ദോഷങ്ങളാണല്ലോ. വാതകോപം ഉണ്ടാക്കാൻ ഉതകുന്നതായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ ഒഴിവാക്കണം. ഉദാഹരണമായിട്ട് വാതകോപം അതെങ്ങനത്തെ ഗതിയില് ഒരു രാത്രി ഉറക്കൊഴിക്കുക, ഇത് പാടില്ല. രാത്രി കുറച്ച് 4-5 മണിക്കൂർ ഉറങ്ങണം. 1 എണ്ണ തേച്ച് കുളിക്കണം. നല്ലെണ്ണ ഉപയോഗിക്കണം. ഒരു നേരം എണ്ണ തേച്ച് കുളിക്കുക. 50% ഓക്കെ ആ കുളിക്കേണ്ട സമയത്ത്. പിന്നെ
അമിതമായിട്ട് വ്യായാമം ചെയ്യരുത്, മിതമായിട്ട് ചെയ്യും. ഈ ഒന്നും അസ്ഥാനത്തോ അസമയത്തോ ചെയ്യരുത്. അതായത് വിശക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കുക, ആ വിശക്കണില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നീട് എപ്പോഴാണ് വിശക്കണ അപ്പൊ കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തില് എല്ലാ രസങ്ങളും വേണം, സ്നിഗ്ധമാവണം, എണ്ണയുടെ അംശം ഉണ്ടാവണം, അല്ലെങ്കിൽ നെയ്യിന്റെ അംശം ഉണ്ടാവണം. നെയ്യ് പറ്റില്ല, എണ്ണ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. ബാഹ്യമായിട്ടും എണ്ണയുടെ ഉപയോഗം വേണം, സ്നിഗ്ധത വേണം, ആഭ്യന്തരമായിട്ടും വേണം, പുറമേയും അകത്തേക്കും. അമിതമായിട്ട് എരിവ്, കടല, ഗരം മസാല ഒന്നും ഉപയോഗിക്കരുത്. അമിതമായിട്ട് വഴിനടപ്പരുത്. എന്നാലും വാദപ്രകൃതിക്കാരനാണെങ്കിൽ വാതരോഗം വരാനുള്ള സാധ്യത കൂടും. അവർക്ക് ശീതോത്ഭവം ആയിട്ടുള്ള ദോഷചയം വസന്തത്തിൽ ശോധനം ചെയ്യാം. ശീതോത്ഭവം ദോഷചയം വസന്തേ വിശോധേൻ ഗ്രീഷ്മജും അഭ്രകാലെ ഘനാത്തേ വാർഷികമാശു സമ്യക് പ്രാപ്നോതി രോഗാൻ ഋതുജാന ജാതു. ഋതുജന്യങ്ങൾ, കാലാവസ്ഥാജന്യങ്ങളായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. സ്വാസ്ഥ്യ സംരക്ഷണം ചെയ്യണം എന്നർത്ഥം. നമ്മള് നല്ല സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുള്ള വൈദ്യന്റെ അടുത്ത് പോയിട്ട് അവരുടെ അനുശാസിക്കുന്ന ദിനചര്യാക്രമങ്ങൾ നമ്മൾ തുടരണം. എന്നാൽ അങ്ങനെ വരില്ല. പാരമ്പര്യമായിട്ട് ഒരാൾക്ക് പാരമ്പര്യമായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ, വാദവ്യാധി പാരമ്പര്യമാണ്. വാദവ്യാധി, അശ്മിരി, കുഷ്ഠം, മേഹം, ഉദരം, മകന്ധരം, അർശാംസി, ഗ്രഹണി സഹജമായിട്ടുള്ളതാണ്. അതൊക്കെ മഹാരോഗങ്ങളാണ്. സഹജമായിട്ടുള്ളത് തത്ര സഹജ ശുക്ലാർത്ഥ ദോഷാന്യ കുഷ്ഠാർശോ മേഹാദയ. കുഷ്ഠാർശസ് മേഹങ്ങളൊക്കെ സഹജമാണ്. മഹാരോഗങ്ങളും ഏറെക്കുറെയൊക്കെ സഹജമായിട്ട് വരും, സഹജമല്ലാതെയും വരും. അപ്പൊ മഹാരോഗങ്ങൾ പെട്ടാണ് വാദവ്യാധിയൊക്കെ. അതിന് നമ്മള് വരാണ്ട് നോക്കണം. അതിനാണ് ദിനചര്യ, ഋതുചര്യ, രോഗാനുൽപാദനയൊക്കെ അനുഷ്ഠിക്കുന്നത്, തേപ്പും കുളിയൊക്കെ. അങ്ങനെ വന്നാലും ചെറുതായിട്ട് ചില ആൾക്കാർക്ക് വരും. അപ്പോഴാണ് ഔഷധങ്ങളുടെ ഉപയോഗക്രമം വരുന്നത്. ഔഷധങ്ങൾ ഉപയോഗിച്ച് അതിനെ ചെറുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ മഹാവ്യാധികള്, മഹാരോഗങ്ങള്, സഹജമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് ജനിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ. അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രയാസമാണ്. എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഈ ആയുർവേദം പറയുന്ന ചികിത്സാ സമ്പ്രദായം ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോ കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ വലിയ ഒരുപാട് ചിലവുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മുടെ DNA എടുത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണ്, ഏതൊക്കെ ഒരേ അസുഖമാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ മരുന്ന് പറ്റില്ല എന്നുള്ള രീതിയിലായി മാറിക്കഴിഞ്ഞു ഇപ്പൊ ഇവിടുത്തെയും ചികിത്സാ സമ്പ്രദായം. അവര് DNA ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ ജനറ്റിക്കൽ കോഡിങ് എടുത്ത് DNA പരിശോധിച്ച് എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ അസുഖത്തിന് എല്ലാവർക്കും കൊടുക്കണ മരുന്ന് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് വേറെ കസ്റ്റമൈസ്ഡ് മെഡിസിൻ, അതായത് മരുന്ന് നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കി തരികയാണ്. ഭയങ്കര ചെലവാണ് ആ ചികിത്സയ്ക്ക്. അങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഇവിടെ. അതാണ് ആയുർവേദം, അതാണ് യഥാർത്ഥ ആയുർവേദം. മനസ്സിലായില്ലേ? ആ കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദം. ഒരു ദൂഷ്യം, ദേശം, ബലം, കാലം, അനലം, പ്രകൃതി, വയസ്സ്, സത്വം, സാത്മ്യം, ആഹാരം, അവസ്ഥ, ഇതൊക്കെ പൃഥക് സൂക്ഷ്മ സമീക്ഷ നടത്തിയിട്ട് ഔഷധ നിരൂപണേ യോ വർത്ത ചികിത്സായ എന്ന സംസ്കൃതി ജാതിയാണ്. എല്ലാവർക്കും ഒരേ മരുന്നല്ല ആയുർവേദത്തില്. ദൂഷ്യം നോക്കണം, ദേശം നോക്കണം, ബലം നോക്കണം, കാലം നോക്കണം, അനിലം, അഗ്നി നോക്കണം, പ്രകൃതി നോക്കണം, വയസ്സ് നോക്കണം, സത്വം നോക്കണം, സത്വബലം നോക്കണം, സാത്മ്യം നോക്കണം, ആഹാരം നോക്കണം, അവസ്ഥ നോക്കണം. ഇതൊക്കെ പൃഥക് സൂക്ഷ്മ സമീക്ഷ നടത്താം. എന്നിട്ട് ദോഷങ്ങൾ എന്താണ് നോക്കണം. എന്നിട്ട് വേണം ഔഷധ നിരൂപണം ചെയ്യാൻ, ഔഷധം നിശ്ചയിക്കാൻ. അവന് വേണ്ട ചിലപ്പോ അയാൾക്ക് വേണ്ട മരുന്ന് ഈ വെളുത്തുള്ളി പാടില്ല ചില ആൾക്കാർക്ക് കുറുന്തോട്ടി പാടില്ല.
അപ്പൊ ഈ വെളുത്തുള്ളി കുറുന്തോട്ടി ചെന്നിട്ടുള്ള കുറെ മരുന്നുള്ള ബഹുവൽപ്പമായിട്ടുള്ള ഔഷധങ്ങൾ പാടില്ല. അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മരുന്ന് ഉണ്ടാക്കിയിട്ട് ചികിത്സിക്കണം. ഇപ്പൊ ഇവിടെ വലിയ വ്യവസായമാണ് ഇതിപ്പോ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. പേഴ്സണലൈസ്ഡ് മെഡിസിൻ, അത് ഓരോ വ്യക്തിക്കും ഓരോ മെഡിസിൻ അവർ നമ്മുടെ DNA-യും ജനറ്റിക്സും ഒക്കെ പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ട് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന മരുന്ന് നിങ്ങൾക്ക് ബാധകമാവില്ല, ശരിയാവില്ല. നിങ്ങളുടെ DNA-യും നിങ്ങളുടെ ജനറ്റിക്സും ഒക്കെ പരിശോധിച്ച് ഇന്ന മരുന്നുകൾ നിങ്ങൾക്ക് പ്രത്യേകമാണ്. അത് ഭയങ്കര ചെലവുള്ളതാണ്, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെയായി മാറിയിരിക്കുന്നു ഇപ്പൊ അലോപ്പതി. ഇവിടെ ആയുർവേദം അങ്ങനെ തന്നെയാണ്. പണ്ട് ആയുർവേദ അലോപ്പതി പോലെ ആയി മാറി. പണ്ട് തന്നെ ഒരു രോഗിക്ക് വേണ്ട കഷായങ്ങൾ മരുന്ന് എഴുതി കൊടുക്കുക ചെയ്യാം. ഇപ്പോ ചുക്ക്, മല്ലി, കുരുമുളക്, അതേപോലെ കുറുന്തോട്ടി, രാമച്ചം അങ്ങനെ എഴുതി കൊടുക്കുക ചെയ്യാം. വെച്ചു കുടിക്കാൻ എഴുതി കൊടുക്കുക ചെയ്യാം. അതാണ് ശരി വൈദ്യന്മാരുടെ. അപ്പൊ ഈ പ്രിപ്പയർഡ് മെഡിസിൻ മുമ്പ് ഉണ്ടായിരുന്നില്ല, അത് പിന്നീട് വന്നതാണ് കുപ്പിക്കഷായങ്ങള്. അത് ശരിയല്ല എന്നാണ് മുന്നിലെ പറയുന്നത്. ഇവിടെ ഞങ്ങള് വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടായി കൊടുക്കും മരുന്നുകള്. ഇവിടെ IP-ലൊക്കെ ചികിത്സിക്കുന്നവർക്ക് സെപ്പറേറ്റ് മരുന്ന്. എല്ലാവർക്കും ഒരേ മരുന്നല്ല, കോമൺ അല്ല, കോസ്റ്റ്ലിയാണ്. എല്ലാവർക്കും പ്രായോഗികമാവില്ല അത്. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ വായി കഴിക്കണമെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കി ഞങ്ങളെത്താൻ ബുദ്ധിമുട്ടാവില്ലോ. അല്ല, പണ്ട് നമ്മുടെ വീടുകളില് വൈദ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് കുറിപ്പടി പറഞ്ഞു തരില്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ, കഷായൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കണമല്ലോ. അതാണ് കസ്റ്റമൈസ് ചെയ്യണത്. അതാ നല്ലത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള മരുന്ന് അകത്ത് ചെല്ലില്ല. അനാവശ്യമായിട്ടുള്ള ഔഷധം അകത്ത് ചെല്ലാതിരിക്കാൻ നല്ലതാണ്. ഇപ്പൊ അങ്ങനെയല്ല, വേണ്ടതും വേണ്ടാത്തതും പ്രിസർവേറ്റീവും. ചിലപ്പോ ചുക്കോ മല്ലിയിട്ട് കുടിച്ചാൽ മാറുണ്ടാവും. ചുക്കും മല്ലിയോ മഞ്ഞളൊക്കെ ഉപയോഗിച്ചാൽ മാറും മരുന്നുകള്. കഷായം വെച്ച് കുടിച്ചാലേ അതിന് പകരം 100 കൂട്ടം മരുന്നുകള്, കൊടും കഷായങ്ങളാണ് കഴിക്കുന്നത്. അത് ശരിയല്ലല്ലോ. അതാ ഏറ്റവും നല്ലത്. വളരെ ശ്ലാഘനീയമാണ് കസ്റ്റമൈസ്ഡ് മെഡിസിൻ. കോസ്റ്റ്ലി ആണെങ്കിലും ദോഷങ്ങളില്ലല്ലോ. ഇവിടെ അതാണ് ഈ DNA ടെസ്റ്റിന് പകരമുള്ളതാണ് ഈ ദൂഷ്യം, ദേശം, ബലം, കാലം, അനലം, പ്രകൃതി. പ്രകൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹപ്രകൃതി 3 തരത്തിലാണ് പറയുന്നത്. ആ 3 തരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വാദപ്രകൃതിക്കാർക്ക് വേറെ പല വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയാ പ്രകൃതി അറിയാച്ചാല്, ഇപ്പോ DNA ടെസ്റ്റ് ചെയ്യാൻ ലാബ് വേണം. ആ DNA മൂലം ഉണ്ടാവുന്ന ദേഹത്തിലെ വ്യതിയാനം അറിയാൻ ലാബ് വേണ്ട. ഇപ്പൊ വാദാധിക്യം ഉള്ള ആൾക്ക് വാദപ്രകൃതിക്കാരൻ ലക്ഷണം പറയുന്നുണ്ട്. അത് ഏത് അധ്യായത്തിൽ പറയാ? ഏത് അധ്യായത്തിലാ നമുക്ക് പറയാ? ഹൃദയം, ശാരീരസ്ഥാനം. ശാരീരസ്ഥാനത്ത് പറയുന്നുണ്ട് വിഭുത്വ ദാശുകാരിത്വാൽ ബഹുത്വ അന്യകോപന സ്വാതന്ത്ര്യാൽ ബഹുരോഗത്വാൽ ദോഷാണാം പ്രവരാനില പ്രായോദേവ ഭവനദൂഷിത മനുഷ്യ ദോഷാത്മക സ്ഫുടിതദൂസര കേശഗാത്ര സന്നസക്ത ചല ജർജരവാച നാസ്തിക ബഹുഭുജാസ വിലാസ തീതാഹാസ മൃഗയാ കലിലോല നേത്രാണി ശേഷാം ഗരദൂസരാണി വൃത്താന്യ ചാരൂണി മൃതോപമാനി ഉന്മീലിതാനീവ ഭവന്തി സുപ്തേ ശൈലദ്രുമാംസേ ഗഗനശ്ചയാന്തി ശ്വസൃഗാലോഷ്ട്ര ഗൃദ്രാഗു കാകാനുകാശ്ചവാദിക. ഇതൊക്കെ വാദപ്രതികാരന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണം കൃത്യമായിട്ട് പഠിച്ച വൈദ്യനാണെങ്കിൽ ഇവൻ വാദപ്രതികാരനാണ്, അത് ഇന്നതാവാം ഇന്നതാവരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ സാധിക്കും, നിർദ്ദേശിക്കാൻ പറ്റും. അപ്പൊ വൈദ്യനിർദ്ദേശം കൃത്യമാവണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഇത് പഠിക്കണം, ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം. അങ്ങനെ പഠിച്ചാലേ ഇതാവുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നോക്കാണ്ട് ഓർമ്മിച്ച് ചെല്ലാൻ പറ്റുന്നത്. അത് വളരെ നമുക്ക് സ്വയം നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സ്വയം വാദപ്രകൃതിയാണോ കഫപ്രകൃതിയാണോ എന്ന് നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് സ്വയം ഒരു ധാരണ ഉണ്ടാകുന്ന വല്ല നിവൃത്തിയുണ്ടോ? അതിന് പഠിക്കണം.
അതിനുള്ള ശ്രമമാണല്ലോ നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. സ്വയമേവ പഠിക്കുക. അങ്ങനെ വന്നാൽ സ്വയം ചികിത്സിക്കാൻ വേണ്ടിയല്ല, അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ലല്ലോ, കണ്ണാടി വെച്ചാൽ കാണാന്നല്ലാതെ. നമ്മൾ പറഞ്ഞില്ല ഒന്നാം അധ്യായത്തില് ദർശന സ്പർശന പ്രശ്ന പരീക്ഷയുടെ രോഗിണ രോഗം നിദാന പ്രാഗ്രൂപ ലക്ഷണ ഉപശയാപ്തി. രോഗത്തിനെ അറിയുന്നത് നിദാനം കൊണ്ട്, പ്രാഗ്രൂപം കൊണ്ട്, ലക്ഷണം കൊണ്ട്, ഉപശയം കൊണ്ട്, സംപ്രാപ്തി കൊണ്ട്. ഇപ്പൊ രോഗിയെ പരീക്ഷിക്കുന്നത് ദർശനം കൊണ്ട്, സ്പർശനം കൊണ്ട്, ചോദ്യം ചോദിച്ചിട്ടും. ഇപ്പൊ ദർശനം കൊണ്ട് സ്പോട്ട് ഡയഗ്നോസിസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ട ഒരു സംസാരിക്കാൻ വയ്യാത്ത രോഗിയെ വിചാരിക്കാം, വന്നു ഭ്രാന്തനാണ്, സംസാരിക്കാൻ വയ്യ, മൂകനാണ്, എന്താ ചെയ്യ? കണ്ടറിയണം വൈദ്യൻ, ദൃഷ്ടമാത്രമല്ല. അത് പഴയ കാലത്ത് ആൾക്കാരിങ്ങനെ ഇങ്ങനെ കുറെ നേരം നോക്കിയിരിക്കുന്നു. ഇയാളുടെ വരുമ്പോ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾ എങ്ങടാ നോക്കണത്, അയാളുടെ ദൃഷ്ടി പോണത്, അയാളുടെ ഇരിപ്പ്, നിപ്പ്, കിടപ്പ്, അയാൾ അസ്വസ്ഥനാണോ, അയാൾ നിൽക്കുമ്പോൾ അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ, വയറ് തിരുമണുണ്ടോ, തല ചൊറിയണുണ്ടോ, കണ്ണ് തിരുമണുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴുണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങളെ ഗുരുനാഥന്മാർ അങ്ങനെയാണ്. ഇപ്പൊ രോഗിയുടെ മുഖത്തേക്ക് നോക്കില്ലല്ലോ, ഈ റിപ്പോർട്ടിലേക്ക് മാത്രമല്ല നോക്കും. രോഗിയെ നോക്കില്ല, റിപ്പോർട്ട് മാത്രം നോക്കി ചികിത്സിക്കും. അതല്ല പ്രശ്നം. ഔഷധം ഉപയോഗിക്കണമെങ്കിൽ റിപ്പോർട്ട് മാത്രം പോരെ, രോഗിയെ കാണണ്ടേ? രോഗിക്കല്ലേ ഔഷധം, രോഗത്തിനല്ലല്ലോ. എന്നാൽ നല്ലതാണ്. അല്ല, എല്ലാ രോഗികളും എല്ലാ ലക്ഷണങ്ങളും പറയില്ലല്ലോ. ഇവര് പറയാണ്ട് പറഞ്ഞ കാര്യങ്ങളും വൈദ്യൻ അത് കണ്ടുപിടിച്ച് നോക്കി വിശദീകരിച്ച് ഇതുകൊണ്ട് ആളിനെ നോക്കി ദർശനം കൊണ്ടും അത് കണ്ടുപിടിച്ച് വേണമല്ലോ ചെയ്യാണെന്ന് അങ്ങനെ പറയണേ, അങ്ങനല്ലേ? അതിനെ ചെയ്യാ. രോഗി പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കില്ല. രോഗി ചിലത് വലിയ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ മറന്നു പോയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാനാണല്ലോ വൈദ്യത്വം. രോഗി പറയുന്ന പോലെ ചികിത്സിക്കാതിരിക്കുന്ന ആൾക്കാർ വൈദ്യന്മാരല്ലോ, കുവൈദ്യന്മാരാണ്. നമ്മൾ രോഗി പറയുന്നത് കേൾക്കും. അതല്ലാതെ അവർ പറയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളു വല്ലുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും. ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പോ ഇന്നലെ ഒരു രോഗി വന്നു ഇവിടുന്ന്, പാലക്കാട് നിന്ന്. അപ്പൊ അയാൾക്ക് നമ്മൾ മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ മനോരോഗങ്ങൾക്കുള്ള മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് വയറുവേദനയായിട്ടാ വന്നത്, വയറുവേദനയും തലയിട്ടിലൊക്കെ ആയിട്ടാ വന്നത്, ഉറക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അയാൾ ഇന്നലെ വന്നിട്ട് പറയാണ്, ഒരു 10-20 കൊല്ലം മുമ്പ് 8 ഷോക്ക് അടിച്ചിട്ടുണ്ട് ഭ്രാന്തായിട്ട്. അപ്പൊ ചങ്ങായി എല്ലാം മരുന്ന് അത് കഴിക്കണത് ചെയ്യേ പറഞ്ഞു. അതൊക്കെ അത്ഭുതമായി. അപ്പൊ അത് മുഴുവനും പറയേണ്ട കാര്യമില്ല, ചോദിക്കേണ്ട കാര്യമില്ല, കണ്ടറിയണം. അവര് പറഞ്ഞത് മുഴുവൻ കേട്ടാൽ നമ്മൾ കുളത്തിലാവും, വൈദ്യം കുളത്തിലാണ്. രോഗികൾ പലതും ഹൈഡ് ചെയ്യേ, വലിയ കാര്യങ്ങൾ ചെറുതായിട്ട് പറയും, ചെറിയ കാര്യങ്ങൾ വലുതായിട്ടും പറയും. അങ്ങനെയാണ് രോഗികള് കാണുക. ഇപ്പൊ ഒരു ലുക്കേമിയ ഉണ്ടായിട്ട് മാറിയ ഒരു ചങ്ങായി ഇപ്പൊ വന്നു, മേല് മുഴുവൻ ചൊറിയ, കിടന്നുറങ്ങാൻ പറ്റില്ല. അത് ചൊറിക്കാണ് ഭയങ്കര പ്രശ്നം. അപ്പൊ ചൊറിക്ക് വല്ല മരുന്നും കഴിച്ച പഴുത്തുണ്ട്, മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലുക്കേമിയ കൂടുന്നതിന്റെ ഇതൊക്കെ കൂടും, രക്തത്തിന്റെ ഘടനയ്ക്ക് മാറ്റം വരും, ഭയങ്കര ബുദ്ധിമുട്ട് വരും. പിന്നെ അയാൾക്ക് ലിംഫ് ഗ്ലാൻഡ്സിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ഈ ചൊറിഞ്ഞോട്ടെ, അത് ചെറിയ രോഗമാണ്, അതിനേക്കാൾ വലുതല്ലേ മാറിയിരിക്കണത്, നോർമലായിരിക്കണത് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. വിദ്യാഭ്യാസ രോഗി ആയതുകൊണ്ട് മനസ്സിലായി. അവര് അമേരിക്കയിലൊക്കെ വന്ന് ചികിത്സിച്ചിരുന്നതാണ് പണ്ട്. ഇവിടെ അടുത്തുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ രോഗങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രോഗം അവര് പ്രശ്നമല്ല, ചെറിയ രോഗത്തിന് മുൻതൂക്കം കൊടുക്കും. അപ്പൊ അത് നമ്മള് അവസ്ഥക്കനുസരിച്ച് മാറിയില്ലെങ്കിൽ അറിയാണ്ടത്തെ ചെറിയ രോഗത്തിന് മരുന്നുകൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ വലിയ രോഗം പുനർഭവിക്കും. അപ്പൊ പ്രശ്നമായില്ലേ? അത് പാടില്ല. അതൊക്കെയാണ് വൈദ്യന്റെ പ്രത്യേകത പറഞ്ഞത്. ഇന്നലെ ഉണ്ടായ കാര്യം. അത്
നമ്മൾ സൂക്ഷ്മ സമീക്ഷ നടത്തി ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടായിത്തീരും. പാളിച്ച പറ്റും. പാളിച്ച പറ്റിയ അവർ ചിലപ്പോൾ അറിയില്ല, രോഗികൾ അറിയില്ല വൈദ്യന് പാളിച്ച പറ്റിയാൽ. അവർക്ക് എന്തോ പറ്റി തോന്നും, പക്ഷെ വൈദ്യന്റെ മനസ്സിനെ അത് ബാധിക്കും. ഓ, നമ്മൾ സൂക്ഷ്മക്കുറവ് പറ്റിയല്ലോ എന്ന് പറയും. അപ്പൊ അത് വൈദ്യത്വത്തിന് ദോഷം ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും വളരെ സൂക്ഷ്മ സമീക്ഷ നടത്തി സശ്രദ്ധം ചെയ്യും വൈദ്യന്മാര് പണ്ട്. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ അയ്യോ മനസ്സിലാവില്ല, നിങ്ങൾ വേറെ എവിടേക്ക് ചപ്പക്കോളൂ എന്ന് പറയും, റെഫർ ചെയ്യും. അത് റെഫർ ചെയ്യണത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. മനസ്സിലാവാത്ത കാര്യങ്ങള് മറ്റു വൈദ്യന്മാർക്ക് വിട്ടുകൊടുക്കും, മറ്റു റെഫർ ചെയ്ത് കൊടുക്കും ഉപരി. അതാണ് അതിന്റെ ശരി. എല്ലാവർക്കും എപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഓരോ ആൾക്കാർക്കും പ്രകൃതി വ്യത്യാസമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയാം. ഇപ്പൊ ചൂടുള്ളവർക്ക് കുളിച്ചാല്, അല്ലെങ്കിൽ വേർപ്പ് തണുപ്പ് ചൂട് യാസ്റ്റുള്ള സ്ഥലത്തിരുന്നാല് ഇവിടെ വീക്കം വരും, ജലദോഷം പിടിക്കും, ചിലപ്പോ ബ്ലഡ് വരും മൂക്കുണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ. അതേ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മാറും ചെയ്യും. അത് ഓരോ പ്രകൃതിയാണ്, ദേഹപ്രകൃതിയാണ്. ചില ആൾക്കാർക്ക് ഈ കുരുമുളക് ഉപയോഗിച്ചാൽ മലബന്ധം ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുരുമുളക് ഉപയോഗിച്ചാൽ വയറിളക്കം ഉണ്ടാവും. അത് അവരുടെ പ്രകൃതിയാണ്. നെല്ലിക്ക ഉപയോഗിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. നെല്ലിക്ക എന്താ പറയുക, അത് വളരെ റെയർ. ഇവിടെ 3 കേസ് എത്ര കാലമായിട്ട് കണ്ടുള്ളൂ, 10-40 കൊല്ലമായിട്ട്. നെല്ലിക്ക ഉപയോഗിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ. നെല്ലിക്ക ചേർന്ന് എന്ത് കഴിച്ചാലും കോൺസ്റ്റിപ്പേഷനാണ്. എന്നാ പഴം കഴിച്ചാലില്ല, കുഴപ്പമില്ല, പഴം കഴിച്ചാലില്ല. അതേപോലെ ഈ ഇതില്ലേ, ഈ പുളിപ്പരസങ്ങളുള്ള മറ്റ് പഴങ്ങൾ കഴിച്ചാലില്ല, അമ്പാഴങ്ങ കഴിച്ചാലില്ല, നെല്ലിക്കയ്ക്ക് മാത്രം. അപ്പൊ ആ പ്രത്യേക വ്യക്തികൾ നെല്ലിക്കയ്ക്ക് ദോഷം ചെയ്യും. നല്ലെണ്ണ ചേർന്നിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച അലർജിയുള്ള ആൾക്കാരുണ്ട്, പുറമെ പുരട്ടിയാല്. അകത്തേക്ക് കഴിച്ചാലില്ല. അത് ആ വ്യക്തിഗതമാണ്. അതാണ് ഇപ്പൊ ജനറ്റിക്കൽ എന്ന് പറയുന്നത്, DNA നോക്കിയിട്ട് ചെയ്യണത്. അപ്പൊ അത് നമ്മള് DNA നോക്കാതെ ഇന്നത് പാടും ഇന്നത് പാടില്ല നമ്മൾ കണ്ടുപിടിക്കാനുള്ള രീതി നമുക്കുണ്ട്. DNA നോക്കാതെ ലക്ഷണം കൊണ്ട്. അപ്പൊ അതാണ് ഈ ആയുർവേദത്തിന്റെ ഒരു ഡെപ്ത്. അനാവശ്യമായിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണ്ട. വളരെ ഡീപ്പാണത്. സൂക്ഷ്മതലത്തുനിന്ന് സ്ഥൂലത്തിലേക്ക് വന്നതാണ്, സ്ഥൂലത്തുനിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയതല്ല. അതാണ് പ്രത്യേകത. അതാണ് പഞ്ചമ സിദ്ധാന്തം പറയുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും പൃഥ്വി തേജോ വായു ആകാശങ്ങളും. അതാണ് അതിന്റെ ഫണ്ടമെന്റല്. ആകാശവായുഭ്യമായി സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്ക് അല്ല പോണം, സൂക്ഷ്മത്തിന് സ്ഥൂലത്തിലേക്കാ വരുന്നത്. ആലിന്റെ വിത്ത് കണ്ട എന്താ തോന്നുക, ഇത്രയും ചെറിയൊരു കടുകുമണി പോലത്തെ ഇത്രയും വലിയ മരമാവും. ബീജങ്ങൾ സങ്കലിച്ചു വരുമ്പോ ഒരു ഗർഭാധാനം വരുന്നു, അത് കഴിഞ്ഞിട്ട് വലിയ ശരീരം ഉണ്ടാവുന്നു എന്ന് പോലെ സ്ഥൂലത്തിന് സൂക്ഷ്മത്തിലേക്ക് വരുന്നു, സൂക്ഷ്മത്തിന് സ്ഥൂലത്തിലേക്ക് വരുന്നു. അപ്പൊ നമ്മളെ ശാസ്ത്രം സൂക്ഷ്മത്തിന് സ്ഥൂലത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് അതിന് പ്രത്യേകത. എന്താണ് ഒരു ജലദോഷം ഉണ്ടായതാണ്, അതാണ് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ ഈ മാത്രാതിശയത്തിൽ നമ്മൾ ഈ എന്താ ഗുരുണാം അർത്ഥസൗഹിത്യം എന്നല്ലേ പറയണേ. പകുതി കഴിക്കാൻ ലഘൂനാം തൃപ്തത മാത്രാപ്രമാണം നിർദ്ദിഷ്ടം എന്ന് പറയുന്നുണ്ട്. ഗുരു ആയിട്ടുള്ളതിന് ഗുരു ലഘു ആയിട്ട് തിരിക്കണം. അത് അർദ്ധം, പകുതി. അത് പറയുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് നാരങ്ങ കുടിക്കുന്ന കുഴപ്പമുണ്ടോ? നാരങ്ങ ചില ആൾക്കാർക്ക് ദോഷം ചെയ്ത് കണ്ടിട്ടുണ്ട്. നാരങ്ങ വെള്ളം കുടിച്ചാലേ, എല്ലാവർക്കും ഇല്ല. ചില ആൾക്കാർക്ക് ഈ പഴങ്ങളൊക്കെ കഴിച്ചാലേ
കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് അതിന് പ്രയാസമുണ്ട്, അത് കഴിക്കാൻ പാടില്ലെന്നോ വല്ലതും ഉണ്ടോ? ഏതാ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക്? കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഇപ്പോ ഈ മൂത്രതടസ്സമുള്ള ആൾക്കാരാണെങ്കിൽ വേറെ, ഈ കിഡ്നിക്കുള്ള പ്രവൃത്തി കമ്മി ഉള്ള ആൾക്കാരുണ്ടാവേ, നെഫ്രോട്ടിക് സിൻഡ്രോം അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക്, അവർക്ക് അതുപോലെ ഈ മറ്റേ മൂത്രം ഉണ്ടാവായ കിഡ്നി റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ അമിതമായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, അമിതമായിട്ട് ജലപാനം പാടില്ല, പിന്നെ അമിതമായിട്ട് പഴങ്ങളൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല, വേർക്കണം, ദേഹം നടക്കണം, അല്ലാതെ വലിയ ഭക്ഷണക്രമങ്ങൾ ഇല്ല. ജലം അമിതമായിട്ട് പാടില്ല, ജലത്തില് കുറയ്ക്കണം, വെള്ളത്തിന്റെ അംശം കുറയ്ക്കണം. പിന്നെ പഴവർഗ്ഗങ്ങള് കഴിയുന്ന ഒഴിവാക്കുക നല്ലത്, പഴങ്ങളെല്ലാം. നാരങ്ങ വെള്ളം ആസിഡിക് ആണെന്നൊക്കെ പറയണോ, ശരിയാണോ? നാരങ്ങ വെള്ളം ആസിഡിക് തന്നെയാണല്ലോ. നാരങ്ങ വെള്ളം അമിതമായിട്ട് കുടിച്ചുകൂടാ. ചിലര് പറയും അത് അകത്ത് പോയി കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ ആവും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. ശരിയാണോ? ഈ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ആൽക്കലൈൻ ആവും, അതുകൊണ്ട് കുഴപ്പമില്ല. സിട്രിക് ആസിഡ് ആണല്ലോ അകത്ത്. നമ്മുടെ ഉള്ളിലുള്ള ഈ ആസിഡ് ആൽക്കലൈൻ ആയിട്ടുള്ള വളരെ കുറവാണ് അകത്തെ. അപ്പൊ അത് അതിന്റെ ആൽക്കലൈൻ ആയി കഴിഞ്ഞാല് നമ്മൾ ആൽക്കലൈൻ ആയിട്ടുള്ള വല്ലതും കഴിക്കണം, അകത്തേക്ക് വേറെ എന്തെങ്കിലും കഴിക്കണം, എന്നാൽ കുഴപ്പമില്ല. അകത്ത് ചെന്നാല് അത് അസിഡിറ്റി ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഇപ്പോ ആമാശയത്തിൽ അസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ അസിഡിറ്റി ഉള്ള ദ്രാവകം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ഇപ്പോ കൂടുതലല്ലേ ചെയ്യുക. ഇപ്പൊ ആമാശയിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അതിന്റെ ഒരു അമ്ലമാണത്. നാരങ്ങയിലും അമ്ലമാണ്. അമ്ലവും കൂടി അമ്ലത്വം കൂടുക ചെയ്യുക. അമ്ലപിത്തം വരും, അമ്ലത്വം കൂടും. അതിന് ന്യൂട്രലൈസ് ചെയ്യാൻ അകത്തേക്ക് വേറെ മരുന്ന് കൊടുക്കണം, ആൽക്കലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ആന്റാസിഡ് കൊടുക്കണം. ക്ഷാരം എന്ന് പറയും, ക്ഷാരം. അമ്ലം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ക്ഷാരം കഴിക്കണം. ക്ഷാരം കഴിച്ചാലാണ് അത് ന്യൂട്രലൈസ് ചെയ്ത് പോവുള്ളൂ. അതൊരു പൊതുതത്വമാണല്ലോ. നമ്മുടെ വയറ്റിലുള്ള ക്ഷാരം ഒന്നും ഉണ്ടാക്കണില്ല. ക്ഷാരം വന്നിട്ടുണ്ടെങ്കിൽ ദോഷമാണ്. ക്ഷണനാൽ ക്ഷാരഹാം. അമ്ലം അമിതമായ ദോഷം തന്നെ. അപ്പോ ഈ നാരങ്ങ മാത്രമല്ല അമ്ലമുള്ളൂ. നമ്മള് പുളി, ടാമറിൻ, പുളി അമ്ലാണ്. പുളി ഡെയിലി കുടിച്ചോ ഓരോ ഗ്ലാസ്, എന്താ ഉണ്ടാവുക? ബുദ്ധിമുട്ടല്ലേ? പുളിങ്ങ പിഴിഞ്ഞ് കഴിച്ചാൽ വയറിന് അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആ പുളി ന്യൂട്രലൈസ് ചെയ്ത് പോകണ്ടോ? അങ്ങനെ പോവില്ല. അമ്ലത്വം കൂടുള്ളൂ നാരങ്ങ കഴിച്ചാല്. എന്താ ചോദിക്കാൻ കാരണം? അനുഭവം വല്ലതും ഉണ്ടോ വ്യത്യസ്തമായിട്ട്? അല്ല, എൻ്റെ സിസ്റ്ററിന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം കുടിക്കാൻ ആരോ സജസ്റ്റ് ചെയ്തു. അത് കുടിച്ചാൽ ബെറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം അത് കുടിച്ചിട്ട് ഇപ്പം കൂടുതൽ പ്രശ്നങ്ങളാണ് ചോദിച്ചത്. അത് ആരാ സജസ്റ്റ് ചെയ്ത? ഡോക്ടർമാരാണോ? ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തു. കിഡ്നിക്ക് വേണ്ടിയിട്ടല്ല, അതിങ്ങനെ ഭയങ്കര നോസിയയും തലക്കറക്കവും ഒക്കെ വന്നപ്പോഴത്തേക്കും ഇത് കുടിക്കാൻ പറഞ്ഞു. അത് പഠിച്ച ഡോക്ടറാണോ അതോ വ്യാജനോ? അല്ല, ഒരു അലോപ്പതിക് ഡോക്ടറാണ്. അല്ല, ഏത് പൊതി ആയാലും, ആയുർവേദ ഡോക്ടർ ആയാലും അലോപ്പതി ഡോക്ടർ ആയാലും കോമൺ സെൻസ് പറഞ്ഞ സാധനം ഉണ്ട്. അതുണ്ടാവില്ല, അതാ പ്രശ്നം. ഇതിനിപ്പോ വൈദ്യം പഠിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഫിസിയോളജി പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഉഷ്ണേനാന്ന് പറയില്ലേ? അമ്ലത്വം വന്നിട്ടുണ്ടെങ്കിൽ അമ്ലത്വം കൂടുകയല്ലേ ചെയ്യുക. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ ചെയ്യുക. അതിന്റെ പൊട്ടാസ്യം സോഡിയം വ്യത്യാസം വരെയല്ലേ ചെയ്യുക. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലല്ലേ. അപ്പൊ അത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഇതിന് വൈദ്യം പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അറിവ് കോമൺ സെൻസ് ഉപയോഗിക്കുക. അതാണ് രോഗിക്ക് വേണ്ട ഗുണം. എന്താ അറിയോ? ആഢ്യോ രോഗി ഭിഷക്വശ്യോ ജ്ഞാപക സത്വാനപി
ജ്ഞാപകത്വം വേണം, അറിവ് വേണം രോഗിക്ക്. രോഗിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് പരിചാരകൻ, ബുദ്ധിമാൻ പരിചാരക എന്ന് പറയുന്നുണ്ട്. ബുദ്ധിമാനായിരിക്കണം പരിചാരകൻ, രോഗിയെ പരിചരിക്കുന്ന ആൾക്കാർ. അവരത് ഉപയോഗിച്ച് വേണ്ടാത്തും തിരിച്ചറിയണം. അനുരക്ത ശുചിർദക്ഷോ ബുദ്ധിമാൻ പരിചാരക. ദക്ഷനാവണം, സമർത്ഥനാവണം. ഇതിലൊക്കെ വൈദ്യം പഠിക്കേണ്ട കാര്യമില്ല. ഡോക്ടർമാര് പറഞ്ഞു പറഞ്ഞ എല്ലാവരും ശിരസ വഹിക്കരുത്. ഇപ്പൊ ഡോക്ടർമാർക്ക് മണ്ടത്തരം പറ്റുന്ന കണ്ടമാതി. എന്താ ചെയ്യാ? അവിടെ ഇങ്ങനെയായില്ലേ പഠനം, ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഈ എൻട്രൻസ് പഠിച്ചിട്ടേ കോമൺ സെൻസ് ഇല്ല. കറണ്ട് പോയാ എന്റെ ക്ലാസ് നിൽക്കണ വട്ടാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ, ഈ ഡയബറ്റീസ് അസുഖമുള്ള ആൾക്കാരുടെ ഏത് ഫുഡാണ് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടത്? കാരണം ഈ റൈസ് കഴിക്കാൻ പാടില്ലെന്ന് കുറെ കേൾക്കുന്നു. ഡയബറ്റീസ് വന്ന് പഞ്ചസാരയുടെ കൂടെ അരി ആഹാരം ഒഴിവാക്കണം. അത് റൈറ്റ് ആണോ? അത് ഒരു ഇതിൽ ഡയബറ്റീസിന് ഹെൽപ്പ് ചെയ്യുമോ? അത് അരി ആഹാരത്തിൽ എന്താണുള്ളത്? സ്റ്റാർച്ച് അല്ലേ? അല്ലേ? നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത്? അതെ, സ്റ്റാർച്ച് തന്നെ, കാർബോഹൈഡ്രേറ്റ്സ് അല്ല. സ്റ്റാർച്ച് ഉമിനീരായിട്ട് ബന്ധപ്പെടുമ്പോ എന്താ ഉണ്ടാവുക? ഉമിനീരിലുള്ള എൻസൈം ഏതാണ്? ടയലിൻ. അതായിട്ട് വരുമ്പോ എന്താ ഉണ്ടാവുക? സ്റ്റാർച്ച് എന്തായിട്ടാ പരിണമിക്കുക? പിന്നെന്താ സംശയം? ഷുഗർ അതിയായ ഡയബറ്റീസ് കൂടുതൽ. അത് കോമൺ ആണ്. പക്ഷേ ഈ അരി ആഹാരം ധാന്യമാണ്, ആണല്ലോ. ഈ ധാന്യം നമ്മൾ വിളവെടുത്ത് 1 കൊല്ലം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രമേഹം ഉണ്ടാക്കില്ല. സ്റ്റാർച്ചിന്റെ ഘടനയ്ക്ക് മാറ്റം വന്നു. 1 കൊല്ലത്തിന് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ അരി ആഹാരം, നെല്ല് ആണെങ്കിൽ അതെടുത്ത് കഴുകി തിളപ്പിച്ച് ഉണക്കി കുത്തി വീണ്ടും ചോറാക്കണത്. പുഴുങ്ങൽ അരി പറയും. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ അരിന്റെ ദോഷം ഒഴിവാക്കും സംസ്കാരം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ ആ അരി നമുക്ക് ഉപയോഗിക്കാം. പച്ചരി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് അതിന്റെ ഏകദേശം പറയുന്നത്. പിന്നെ സ്റ്റാർച്ചിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ ഈ സ്റ്റാർച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ധാന്യങ്ങളാവരുത്. പഴയതാണെങ്കിൽ ഒരു ദോഷവും ചെയ്യില്ല. അതാണ്. എന്തായാലും അത് അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക, കുറച്ച് കമ്മിയാക്കി ഉപയോഗിക്കുക. മനസ്സിലായില്ല തോന്നുന്നു. ബോധ്യമായോ? മനസ്സിലായി. അതിനകത്ത് ഈ പുഴുങ്ങലരി പറഞ്ഞല്ലോ, അപ്പൊ അത് ഇവിടെ ഈ US-ലും കാനഡയിലൊക്കെ അതുപോലത്തെ അരി കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മളിപ്പോ കുത്തരി കിട്ടാൻ ഇച്ചിരി എളുപ്പമുണ്ട്. കുത്തരി ഓക്കെ ആണോ? കുത്തരി പറഞ്ഞാല് എനിക്ക് കുത്താണ്ട് അരി ഉണ്ടാവില്ലല്ലോ. നെല്ല് കുത്താണ്ട് അരി എങ്ങനെ ഉണ്ടാവുക? അത് ഈ നെല്ലിനെ സംസ്കരിക്കുന്നതാണ് പുഴുങ്ങല്. അത് ബോയിൽഡ് റൈസ് ആണോ അൺബോയിൽഡ് റൈസ് ആണോ എന്ന് മനസ്സിലാക്കാം. അൺബോയിൽഡ് റൈസ് ആണെങ്കിൽ 1 സംവത്സരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പൊ അവിടെ എത്തുമ്പോ എത്ര കാലം പഴക്കമുണ്ടാവും ഈ അരിക്ക്? 1 കൊല്ലം കഴിഞ്ഞ അരി നല്ലത്. 1 കൊല്ലത്തിനേക്കാൾ മേപ്പെട്ടുള്ള അരി ഉപയോഗിക്കൂ. 2-3 കൊല്ലം. അറേബ്യൻ രാജ്യങ്ങളിൽ അതല്ലേ ഉപയോഗിക്കുന്നവര്. ഇന്ത്യയിൽ നിന്ന് അരി പോണ അറേബ്യയിലേക്ക് രാജാക്കന്മാർക്ക്. വലിയ അരി പോളിഷ് ചെയ്യാത്ത അരി ഉപയോഗിക്കാം. പുഴുങ്ങല്ലരി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദോഷമില്ല, നന്നായിട്ട് ഉപയോഗിക്കാം. കുത്തരി പറഞ്ഞാൽ കുത്തിയ അരി തന്നെയാണല്ലോ. കുത്താണ്ട് അതിന് അരി ഉണ്ടാവുക. ഇത് മട്ട റൈസ് എന്നാ ഇവിടെ പറയുന്നത്. മട്ട റൈസ്. എനിക്ക് എന്താ അത് റെഡ് റൈസ് ആണ്. റെഡ് റൈസ് അത് തന്നെ. അത് റെഡ് റൈസ് ആണെങ്കിലും അത് പുതിയതാവാൻ പാടില്ല, പഴയതാവണം. പഴയരിയാവണം. അത് ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പൊ എന്നാ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടാവില്ല. 1 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാം. ഈ ഡയബറ്റീസിന് അരിക്ക് പകരം യവം, ബാർലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ
കുറെ കൂടെ നല്ലതാണ്, കുഴപ്പമില്ല, നല്ലതാണ്. കുറവുണ്ടാവും, സ്ഥിരമായിട്ട് വന്ന് കുഴപ്പമുണ്ടാവുകയെ. പ്രമേഹത്തിന്റെ കാരണം, ചികിത്സാ എന്ന് പറഞ്ഞ കാരണത്തിനെ ഒഴിവാക്കലാണല്ലോ. നവധാന്യം, പുതിയ ധാന്യങ്ങളെല്ലാം പ്രമേഹം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ബാർലി ധാന്യം തന്നെയാണ്, അത് പുതുതാവരുത്. ബാർലി ആയാലും ഗോതമ്പമായാലും അത് നവം ആവരുത്, പുരാണമാവണം. എന്താച്ചാല് നെല്ല് അരി ആക്കണേന്റെ മുമ്പ് എടുത്തു വെക്കാൻ നല്ലതേ. അരിയാക്കി എടുത്തു വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ കേടുവരും, പുഴുക്കും കുറുഞ്ചാത്തം വരും, ദോഷം വരും. അപ്പൊ ഇവര് ഈ കച്ചവടക്കാര് പ്രിസർവേറ്റീവ് ഉപയോഗിക്കും, പെസ്റ്റിസൈഡ് ഉപയോഗിക്കും. അത് ഇതിനേക്കാൾ വലിയ ദോഷമാണ്. അപ്പൊ നെല്ലായിട്ട് എടുത്തു വെച്ച് ആ വേണ്ട നെല്ല് മാത്രം നമ്മൾ ചെറിയ ഗ്രൈൻഡറിലിട്ട് കുത്തി ചെറുതാക്കി അതിന് ഭൂമി കളഞ്ഞ് ഉപയോഗിക്കണം നല്ലത്. ആ സംവിധാനം നല്ലത്. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടേക്ക് തുടങ്ങി തോണ്ടേതാണ്ട് ഒരു 10 കിലോ നെല്ല് വാങ്ങിക്കൊണ്ടേ വെക്കും, ചെറുതായി കുത്തി ഉണക്കി അതിന്റെ ഭൂമി കളഞ്ഞ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോഴും ചെറിയൊരു വാങ്ങിയാൽ മതി. ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ ഗോതമ്പിന്റെയും ബാർലിയുടെയും അരിയുടെയും ഇങ്ങനെ ഗ്ലൂട്ടൺ ഉള്ളത്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ ഇതുണ്ടല്ലോ ഗ്ലൂട്ടൺ, അത് ഈ പശത്വം, ഈ പശ ഉള്ള അത് പുതിയ അരിക്ക് കൂടും, അല്ലേ? അത് പഴതിനുണ്ടാവില്ല, പുതുതിന് കൂടും. ഗ്ലൂട്ടിന്റെ അംശം പുതിയ അരിക്ക് കൂടുതലാണ്, പഴയ അരിക്ക് അത് തീരെയില്ല, 0. അത് നല്ലതല്ല അല്ലേ ഈ ഡയബറ്റീസിന്? അത് അതെ, പുതിയ അരി നന്നല്ല പറയാൻ കാരണം ഒരു ദിവസം കൊണ്ടൊന്നും കുഴപ്പം വരില്ല. ഗോതമ്പിന് അത് കൂടുതലുണ്ടല്ലോ, ഗോതമ്പിന് അത് ഉണ്ടല്ലോ. ഉപയോഗിക്കരുത്. അല്ല, ഗോതമ്പിന് ഈ ഗോതമ്പിന് ഗ്ലൂട്ടൺ അധികം ഉണ്ടല്ലോ, ഇങ്ങനെ പശത്വം ധാരാളം ഇല്ലേ? അത് പഴതിനില്ല, പുഴുതിനുണ്ട്. സൂചി ഗോതമ്പിനില്ല. എല്ലാ ഗോതമ്പും ഒരുപോലെയല്ല, എല്ലാ അരിയും ഒരുപോലെയല്ല. ഇപ്പൊ നമ്മള് കൊയ്ത് ഉടനെ കുത്തുകയാണെങ്കിൽ കൂടും, പശത്വം കൂടും. ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ കൊഴുപ്പ് കുറയും. ഇപ്പോ നാട്ടിലേക്ക് വരുമ്പോ ഇവിടെ വന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 5 കൊല്ലം പഴക്കമുള്ള അരിയുണ്ട്. ആ അരി നെല്ലാണ് എടുത്തു വെക്കുക, 5 കൊല്ലം കഴിഞ്ഞിട്ട് കുത്തും. അത് വെള്ളത്തിൽ തിളപ്പിച്ചാൽ വെറും വെള്ളം പോലെ തന്നെയാണ്, കൊഴുപ്പേ ഇല്ല. അതാണ് നവധാന്യം ഉപയോഗിക്കരുത് പറഞ്ഞത്. നവം എന്ന് പറഞ്ഞാൽ പുതിയ ധാന്യം ഉപയോഗിക്കരുത്. നവധാന്യം വർജ്യമായിട്ട് എട്ടാദ്യത്ത് പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ ആരോ കണ്ടുപിടിച്ച ഗ്ലൂട്ടിനാണ് മറ്റേ മറിച്ചവന്റെ ഒട്ടല പശ എന്ന് പറഞ്ഞപ്പോ അത് അല്ല, നവം ആയിട്ടുള്ളത് പാടില്ല എന്നാണ്. അത് പ്രസക്തിയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തില് പുന്നെല്ല് ഉപയോഗിക്കാറില്ല, പഴയ നെല്ല് പത്താഴത്ത് കിടക്കണാണ് ഉപയോഗിക്കാറ്. അത്രേ ഉള്ളൂ. ഇവിടെ അതെ, പഴയ നെല്ല കുത്തും 1 കൊല്ലം കഴിഞ്ഞിട്ട്. അതിന്റെ സ്വാദ് വേറെയാണ്. കുത്തിരി ഉപയോഗിക്കും. ഒരു കൊഴുത് കഴിഞ്ഞാല് മേടം കർക്കിടക മാസത്തില് അല്ലെങ്കിൽ ചിങ്ങമാസത്തില് ഈ ഓണത്തിന്റെ മുമ്പ് ഒരു പുത്തിരി ഉപയോഗിക്കും, പുത്തിരിച്ചോറ്. പുത്തിരി ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോ ചില ഔഷധമായിട്ട് ഉപയോഗിക്കും പുത്തിരി, പുന്നെല്ല്, ഗ്ലൂട്ടനുള്ളത്, പൊട്ടണത്, പശയുള്ളത്. അത് ഉപയോഗിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്. ഇപ്പോ പഴനിയിലത്തെ നിവേദ്യം എന്നും പുത്തിരിയാണ് അവിടെ. അതൊരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നിത്യം ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുണ്ട്. സ്വാദ് വ്യത്യാസമുണ്ട്. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച ഉപയോഗിച്ചോണ്ട് ദോഷമൊന്നുമില്ല. നിത്യോപയോഗം പാടില്ല. നവമായിട്ടുള്ള പാടില്ല, പഴകിയതേ പാടൂ, പുരാണേ പാടൂ. പഴയപ്പോ മാർക്കറ്റിൽ കാണുമ്പോ സോനാ മസൂരി ഒരു അരിയുണ്ട്. സോനാ മസൂരി അരി മാർക്കറ്റിൽ 3 തരം ഉണ്ട്. 5 കൊല്ലം പഴക്കളതിന് വില കൂടുതലാണ്, 100 രൂപയുടെ മുകളിലാണ്. വലിയ ഹൈപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ കിട്ടും. ഈ അരിയാഹാരം ഒഴിവാക്കുമ്പം അതിന് പകരമായിട്ട് ഇവിടെ ഇപ്പം കോമൺ ആയിട്ട് ഈ US-ലും നോർത്ത് അമേരിക്കയില് ഇവര് കിനോവ അല്ലെ കീൻവ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതൊരു മില്ലറ്റിന്റെ ബ്രാൻഡാ, ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയും.
അത് അത് കിനോവന്ന് എനിക്കറിയത്തില്ല മലയാളത്തിൽ അതിന് ട്രാൻസ്ലേഷൻ എന്താ. പക്ഷെ അത് അതിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, അറിയില്ല. അപ്പൊ ഈ അരി ആഹാരം ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു പറഞ്ഞാൽ അവൻ അരി ഒടുങ്ങി എന്നാ പറയാ, മരിക്കാറായി എന്നാണ് പറയാ. ഈ അരിയാഹാരം ഒഴിവാക്കേണ്ട അവസ്ഥ എന്തിനുള്ള സാറേ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ മരിച്ചു എന്നാണ്. അല്ല, അരി ഒടുങ്ങിയെന്ന് വെച്ചാൽ മരിക്കുമ്പോഴാണ്. അതെ അതെ, അല്ല അതാ അരിയാഹാരം ഒഴിവാക്കിയിട്ട് മനുഷ്യന് സർവൈവൽ ഇല്ല. അന്നാത് ഭവതി ഭൂതാനി ഋഗ്വേദ. അരിയാഹാരം ഇല്ലാണ്ട് ജീവിക്കണം എന്ന് കാണട്ടെ, നോക്കാലോ. അന്നം ചൊല്ലിയാതെ അന്നം ഇല്ലാണ്ട് ജീവിക്കണം കാണട്ടെ. ഈ ബിസ്ക്കറ്റുകളൊക്കെ ഈ മൈദ കൊണ്ടാ ഉണ്ടാക്കണേ. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളാ. ഇവിടെ ഈ ഓഫ് ദ റാക്ക് ഈ ഗ്രോസറി സ്റ്റോറുകളിലൊക്കെ കിട്ടുന്ന സർവ്വ വസ്തുക്കളും ഡേഞ്ചറസ് ആയിട്ടുള്ള മൈദയും കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോ അത് ഈ അരി ഒഴിവാക്കിയിട്ട് ഈ ആൾക്കാരെ ഈ വെസ്റ്റില് പഠിപ്പിച്ചു വെക്കുന്ന ഈ വക ഒരു ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ കഴിച്ചോന്നാണ്. ഇപ്പൊ അത് ആൾക്കാരതും റിയലൈസ് ചെയ്യണില്ല. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുന്നില്ലേ? കോമൺ സെൻസ് ഉപയോഗിക്കണം. നമ്മൾ സ്വയം അറിയാ, സ്വയം മറ്റുള്ളവർ പറഞ്ഞ് വിശ്വസിക്കരുത്. നമുക്കും അതേ ബുദ്ധി തന്നെയാണല്ലോ, എല്ലാവർക്കും ഒരേപോലെ അല്ലേ. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക, നമ്മൾ അറിവ് നേടുക, അതല്ലേ നല്ലത്. മറ്റുള്ളവർ പറയും പോലെ കേട്ടാൽ നമ്മൾ കുളത്തിലാവും. എല്ലാവരും എല്ലാവരെയും പോലെയല്ല, ആരും ആരെയും പോലെയല്ല, വ്യത്യസ്ത. അതാണല്ലോ അപ്പോ മറ്റേ ഈ DNA ഒക്കെ നോക്കിയുള്ള ചികിത്സ പറഞ്ഞത്. കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് നല്ലതാ. അപ്പൊ അരിയാഹാരം ഒഴിവാക്കി കൊണ്ടുള്ള ജീവിതമൊക്കെ ബുദ്ധിമുട്ടാണ്. അരിയെ നമുക്ക് സംസ്കരിക്കണം. പുഴുങ്കലരിയാക്കി ഉപയോഗിക്കുക, ബോയിൽഡ് റൈസ് ആക്കി ഉപയോഗിക്കുക, ഒരു ദോഷവും വരില്ല. അമിതമായിട്ട് കഴിക്കരുതെന്ന് മാത്രം. ഇപ്പൊ ഗ്ലൂട്ടിനെ കുറിച്ചുള്ള അറിവ് തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്നാ അത് പശയുള്ളത് കണ്ടുപിടിച്ചത്? മനുഷ്യന് അരി ഉപയോഗിക്കാൻ വേണ്ടി എത്ര കൊല്ലായി? ഒന്ന് ചിന്തിച്ചു നോക്കുക, പിന്നാക്കം. എന്നാ മനസ്സിലാവും. അത് ഇത് ഡയബറ്റീസിന് എന്താ പറയുക, വെയിൽ കൊള്ളാണ്ട് ഛത്രമില്ലാതെ നടക്കുകയും ജലാശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡയബറ്റീസ് അങ്ങനെ എന്തോ ഒരു ഇതില്ലേ ആയുർവേദത്തിൽ? അങ്ങനെ എന്താ പറയുന്നത്? അവസാനത്തെ ചികിത്സയാണ് കുളം കുഴിക്കുക, കിണർ കുഴിക്കുക. നിസ്സുഖത്വം സുഖായച്ച. എന്താണോ ബുദ്ധിമുട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യാം, അതാണ് മോക്ഷം കിട്ടുന്ന പറയാ സാറേ. ഇപ്പൊ ഈ കുളം കുഴിച്ച് കിണർ കുത്തി കൊടുത്താല് അതെ പരോപകാരത്തിനായിട്ട്. ഞാൻ ഈയിടെ ഭാഗവതം വായിച്ചതാ. ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഛത്ര ഇല്ലാണ്ട് നടക്കണം, കൊടയില്ലാണ്ട് ഛത്ര ഇല്ലാണ്ട് കൊടയില്ലാണ്ട് വെയിലത്ത് നടക്കുകയും ജലാശയങ്ങൾ അങ്ങനെ നിസ്സുഖത്വം സുഖായച്ച. നമ്മുടെ നാട്ടിൽ രാജീവ്ജി, നമ്മുടെ നാട്ടില് പണ്ട് കാലത്ത് ഓലക്കൊട ഇല്ലാണ്ട് നടക്കണവര് കുറവാ അല്ലേ? അതിനകത്തൊരു അനുഭവം ഉണ്ട്. ഒരു സ്വന്തം അച്ഛന്റെ അല്ല എൻ്റെ അമ്മയുടെ അച്ഛന് 50 വയസ്സായപ്പോഴും ഷുഗർ വന്നു. പക്ഷെ ആള് മരിച്ചത് 99-ലാണ്. ആള് കുളം കുഴിച്ച് നടക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. 80 വയസ്സ് അവസാനമായപ്പോ അദ്ദേഹത്തിന് ഷുഗർ ഇല്ലാണ്ടായി, ഡയബറ്റീസ് മാറി. അതെന്താ വെച്ചാല് കഠിന അധ്വാനം ചെയ്യാന്ന് അർത്ഥമുള്ളൂ. അതെ, കഠിനമായിട്ട് അധ്വാനിക്കുക. നിസ്സുഖത്വം, സുഖമായിട്ട് കിടന്നുറങ്ങരുത്, സുഖം അധികം അനുഭവിക്കരുത്. ഹാസ്യാസുഖം അരുത്. ഹാസ്യാസുഖം, സ്വപ്നസുഖം, ദധിനി, ഗ്രാമ്യ ഔദക ആനൂപരസ പയാംസി, നവാന്നപാനം, പുതിയ അന്നം, ഗുണവൈകൃതം ച, പ്രമേഹ ഹേതു, കഫകൃ ച സർവം. ഇതാണ് പ്രമേഹത്തിന്റെ കാരണം.
ഒരു രോഗത്തിന് ചികിത്സ പറഞ്ഞെങ്കിൽ സംക്ഷേപത ക്രിയായോഗോ നിദാന പരിവർജനം, കാരണത്തിനെ ഒഴിവാക്കല്ല ചികിത്സ. അപ്പോ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നുണ്ടാവുന്ന രോഗമാണ് പ്രമേഹം. ഒതുങ്ങിയിരിക്കരുത്, കഠിനാധ്വാനം ചെയ്യൂ. ഇതാണ് അതിന്റെ കോമൺ സെൻസ്. നിസ്സുഖത്വം സുഖായിച്ച ബുക്കിലുള്ള കുളം കുഴിക്കാതെ ഉദാഹരണം പറഞ്ഞുള്ളൂ. പന കയറിയാലും മതി, കരിമ്പന വെട്ടി പൊളിച്ചാലും മതി, മരം വെട്ടിയാൽ മതി, കല്ലുടക്കിയ, കോറിയിൽ വഴുക്കുക, ഹെവി വർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ കുളം കുഴിക്കാന്ന് വെച്ചാൽ ലോകോപകാരാർത്ഥല്ലേ സാറേ? അപ്പൊ അതിന് ഒരു കാർമ്മികമായിട്ടുള്ള ഒരു പുണ്യം കൂടെ വരികയല്ലേ? ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാ പറയണേ കുളം കുഴിക്കുക. ഇവിടെ നമ്മളൊരു കുളം ഉണ്ടാക്കിയിട്ടേ, ഇവിടെ നമ്മള് 3 കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലൊരു കുളം ഉണ്ട്. ഈ കുളം ഇവിടെ വീട്ടിന്റെ അടുത്ത് 10-20 വീടുകൾ വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീടുകൾ കൂടി, അക്കരയും കുറെ വീട്, പാടത്തിന്റെ അപ്പുറം കുറെ വീടുണ്ട്. അവിടെയൊക്കെ ജനുവരി കഴിഞ്ഞാൽ വെള്ളമില്ല. ഒരു 10-40 വീടുകളിൽ വെള്ളമില്ല. ഈ കുളം വലുതാക്കി ഇപ്പോ എല്ലാ വീടുകളിലും അരക്ക് വെള്ളമായി കിണറ്റില്. പിന്നെ ധാരാളം മത്സ്യങ്ങളും കാക്കകളും പരുന്തും ഗരുഡൻ വരാൻ തുടങ്ങി, കാക്കകൾ വരാൻ തുടങ്ങി, ഈ മത്സ്യങ്ങളെ പിടിക്കുന്ന ഇതില് പൊന്മാനൊക്കെ വരാൻ തുടങ്ങി, വീർക്കാക്ക വരാൻ തുടങ്ങി. മത്സ്യസമ്പത്ത് കൂടി, ജലം കൂടി, അവിടുത്തെ കുളിർമ കൂടി. കുളം കുഴിച്ച മറ്റ് ജീവജാലങ്ങൾക്കും ഗുണാണേ. അതുകൊണ്ടാണ് കുളം കുഴിക്കലെ ഒരു ഗൃഹസ്ഥന്റെ അവസാനത്തെ കർമാവരണം. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കർമ്മമായിട്ടാണ് പറയുന്നത്. അതെ അതെ, ഗൃഹസ്ഥാശ്രമി അവസാനം ചെയ്യേണ്ട വലിയ കർമ്മമാണ് കുളം കുഴിക്കല്. കുളം കുഴിച്ചിട്ടാ വാനപ്രസ്ഥത്തിന് പോവുക. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടേ 4 ആശ്രമങ്ങൾ പറയുന്നില്ലേ, അതിൽ ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ട് ആണ് വാനപ്രസ്ഥം. ആ ഗാർഹസ്ഥ്യത്തിൽ അവസാനം ചെയ്യേണ്ട കർമ്മമാണ് കുളം കുത്തല്. മനസ്സിലായോ? കേൾക്കണ്ട. അപ്പൊ ഗൃഹസ്ഥാശ്രമിയുടെ അവസാനം ചെയ്യേണ്ട കർമ്മം കുളം കുഴിക്കലും, അത് കഴിഞ്ഞാൽ മക്കൾക്ക് മക്കളുണ്ടായാൽ വാനപ്രസ്ഥം അനുഷ്ഠിക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്നും ഗൃഹസ്ഥരായിട്ട് ജീവിക്കല്ലേ. സ്വന്തം കാര്യം സിദ്ധാബാദ് തന്നെ ശരിയാവില്ല. സ്വന്തം കാര്യം സിന്ദാബാദില്ല, ശരീരത്തിന്റെ കാര്യം സിന്ദാബാദേ ഉള്ളൂ. സ്വന്തം എന്ന് വെച്ചാൽ ശരീരം സ്വന്തമല്ലോ. അപ്പൊ എന്നാ ശരി, നിർത്താന്നല്ല. തൊണ്ടവേനുണ്ട്, ചുമയാ. ഈ ചൂടത്തിരുന്നിട്ടേ ഇവിടെ കാറ്റ് തുടങ്ങി. അപ്പൊ ഈ കൊറോണ കാരണം ഇപ്പൊ ഔട്ട്സൈഡിലാണ് കൺസൾട്ടിങ്. അപ്പൊ ഈ കാറ്റും പൊടിയൊക്കെ ആയിട്ട് തൊണ്ടവേനും ചുമയൊക്കെ ആയിരിക്കുക. പിന്നെ ഈ ജില്ലയിലെ ഒരു 10 ദിവസം കൊണ്ട് മാറിയല്ലോ, ഏട്ടന്റെ അവിടെ പ്രശ്നം ഉണ്ടായിട്ടേ തൊണ്ടവേനിയാ. എന്തൊക്കെ കുറെ ഭേദമായി, സംസാരിക്കാൻ വയ്യായിരുന്നു 2 ദിവസം മുമ്പ്. അവിടെ ഈ തൃശ്ശൂര് വരുന്ന കാറ്റ് അവിടെ ഒറ്റപ്പാലത്തും വരുമോ സാറേ? ഇവിടെയാണ് ജാസ്തി. ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് ശരി, പാലക്കാട് കാറ്റാണ്. ഇവിടുന്നെല്ലാം അങ്ങോട്ട് വരാം. ചാലക്കുടി കഴിഞ്ഞാൽ പിന്നെ കാറ്റില്ല. ഇല്ല. ഇവിടുത്തെ കാറ്റ് ചാലക്കുടി വരെ വരും. അതെന്താടാ, അതൊരു ഒരു 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 മായയാണ്. അതൊക്കെ ചാലക്കുടി പുഴ ഇങ്ങോട്ട് കടക്കൂല. അങ്ങടില്ല. വടക്കോട്ട് തൂത വരെ ഉള്ളൂ. തൂതയ്ക്കപ്പുറം ഇല്ല കാറ്റ്. പെരുന്തോട്ട കാറ്റില്ല. തൃശ്ശൂര് പുഴയ്ക്കൽ പാടത്ത് നിന്നാലേ ഈ കഠിന വേനൽക്കാലത്ത് എന്ത് പരമ സുഖാന്നറിയോ കാറ്റടിക്കുമ്പോ. വാതകോപം ഉണ്ടാക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ കാറ്റുള്ള പറളിയിലാണ്. ഓ ശരി. പറളി കുഴൽമന്ദ അവിടെ ഇപ്പൊ ഈ കാറ്റാടി യന്ത്രം വെച്ചിട്ട് വൈദ്യുതി എടുക്കണ്ട. ഇപ്പൊ അത് സിമ്പിളാണ്. ശരി. അപ്പൊ ഈ കാറ്റ് അധികം അടിക്കണേം കൊള്ളില്ലല്ലേ, വാതരോഗം ഉണ്ടാക്കൂല്ലേ? വാതകോപം ഉണ്ടാക്കും. വൃദ്ധിസമാനി സർവേഷാം വിപരീതേ ബുദ്ധി കൂടും, വാദവൃദ്ധി കൂട്ടും. ഇപ്പൊ പാചകത്തിലോ വാതരോഗമുള്ളവർക്ക് അധികം കാറ്റ് കൊണ്ട് അത് കൂടുക.
ഡോക്ടർ, ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ലിംഫോമാറ്റിക് ഹെമറോയിഡ്, ലിംഫോമാറ്റിക് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സയുണ്ടോ? അല്ലേ, ഈ ലിംഫിന് വരുന്ന രോഗങ്ങൾക്ക് ഉണ്ട്, ചികിത്സകളുണ്ട്. അത് വ്യക്തിഗതമാണ്. ഒരു ചില ആൾക്കാർക്ക് അവിടെ ഇവിടെ ഒരു മുഴകൾ ഉണ്ടാവും, കഴലകള്. അത് ഈ ലിംഫോമാറ്റിക് ഡിസോർഡർ ആണ്. അത് ചെറിയ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവും, ചെറിയ വല്ല അണുബാധ കൊണ്ടുണ്ടാവും. അതല്ല, ഫുൾ ബോഡിയിൽ ഉണ്ടാവും ചിലർക്ക് ലിംഫോ. അത് ക്യാൻസറസ് ആയിട്ട് വരികയാണെങ്കിൽ വേറെ ചികിത്സ വരിക. അതൊക്കെ ക്യൂറബിൾ തന്നെയാണ് തുടക്കത്തിലാണെങ്കിൽ. അത് തികച്ചും വ്യക്തിഗതമായിട്ടുള്ള ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഈ DNA ടെസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണത് ആയുർവേദത്തില്. തികച്ചും ഇപ്പൊ ഒരാൾക്ക് പറ്റുന്നത് വേറെ ആൾക്ക് പറ്റില്ല. ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു കേസിന് ഞാൻ പണ്ട് ഒരു 14 കൊല്ലം മുമ്പ് ചികിത്സിക്കണ്ടായി. ഇപ്പോഴും ആള് ജീവിച്ചിരിക്കുന്നുണ്ട്. ആള് സൂക്കട് മാറി. അത് കഴിഞ്ഞ് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു എന്നാ കാരണം. ഉച്ചയ്ക്ക് മകന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയിട്ട് വീട്ടിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചതാണ്. പെട്ടെന്ന് അധികമായി, ബുദ്ധിമുട്ടായി. ഈ ലിംഫ് ഗ്ലാൻസ് മുഴുവൻ എക്സ്പാൻഡ് ചെയ്ത് ബുദ്ധിമുട്ടായി. പിന്നെ അത് മാറണമെങ്കിൽ 2 കൊല്ലം എടുത്തു. പിന്നെ അത് ഇതൊക്കെ ചെയ്ത് ഈ ബയോപ്സി ഒക്കെ എടുത്ത് കീമോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് മാറി. അതിന്റെ കൂടെ ആയുർവേദം കമ്പൈൻ ചെയ്തിട്ടാണ് ചികിത്സ ഉണ്ടായിരുന്നത്. അത് ഡോക്ടർമാരുടെ ഫാമിലിയാണ്, കോഴിക്കോടാണ്. അതുകൊണ്ട് രണ്ടും ആയുർവേദ അലോപ്പതി കമ്പൈൻ ചെയ്ത് ചികിത്സിക്കൊണ്ട് ആളിപ്പോഴും ജീവനോടെ ഉണ്ട്. അത് ഭാഗ്യാണ്. പിന്നെ അത് ഈ വളരെ ഇതാണ് ഈ രസധാതു എന്ന് പറയും. ഫസ്റ്റ് ധാതുവാണ് രസധാതു. രസധാതുവിന്റെ വൈഷമ്യം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് അത് വരുന്നത്. ലിംഫോമാറ്റിക് ഡിസോർഡർ, ലിംഫ് ഗ്ലാൻസിൽ വരുന്നതും ലിംഫ് നോഡ്സിൽ വരുന്നതൊക്കെയാണ്. അതൊരു നിസ്സാര രോഗമല്ല. ആർക്കാ? എൻ്റെ ഒരു പരിചയക്കാരൻ്റെ മകന്. അറിയാം. എന്താണ് എഫക്റ്റ്? പലർക്കും പല എഫക്റ്റാ വരിക. അടിക്കടി പനി വരും ചിലവർക്ക്. ഇല്ല, പനിയൊന്നുമില്ല. ഈ കഴുത്തിന്റെ അവിടെ ഒരു മുഴ വന്നു, ഒരു വര പോലെ. വരയല്ല, ശരിക്കും ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒച്ചിനെ പോലെ. അതുകൊണ്ട് കാണിച്ചപ്പോൾ ഈ ഡിസോർഡറാണ്. അങ്ങനെ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ക്യാൻസറസ് രോഗമാണ്. അത് ഈ ലിംഫ് ഗ്ലാൻഡ് വീങ്ങി ഉണ്ടാവും, വീങ്ങി വലുതായി ഉണ്ടാവും. അത് പല കാരണങ്ങളുണ്ട് വരുന്നത്. സാധാരണഗതിയിൽ ഈ നീർവീഴ്ച കൊണ്ട് വരില്ലോ ചില ആൾക്കാർക്ക്. ജലദോഷം ഉണ്ടായാൽ വരും. അതിൽ വന്നിട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ പാടാ. ചില ദേഹപ്രകൃതിക്കാരുണ്ടായില്ല അങ്ങനെ വരണത്. പ്രകൃതിയുള്ളവരുണ്ട്, ജന്മനാണ് സൂക്ഷ്മമായിട്ട് അത് വരും. അത് മാരകമായിട്ടുള്ളതുണ്ട്, മാറുന്നതുണ്ട്. ചെറുപ്പൊക്കെ ആണെങ്കിൽ മാറിപ്പോകും. പിന്നെ അതിന്റെ വലിയ സ്റ്റേജിലൊക്കെ എത്തി ലിംഫോമയൊക്കെ ആയി കഴിഞ്ഞാൽ പാട്. എന്നാലും മാറിക്കണ്ടിട്ടുണ്ട് കുറെ എണ്ണം. പിന്നെ ഈ കീമോതെറാപ്പി കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറില്ല. പിന്നെ അതന്നെ റിക്കറൻസിന് കാരണമായി മാറും. നോൺ റിക്കറൻസിന് വെള്ളം ചെയ്യണേ, എന്നാലേ ആവുള്ളേ. ആ പുനർഭവത്തിന് വേണം ചെയ്യാൻ. ശരിക്ക് വ്യാധ തത്വ പരിജ്ഞാനം വേദനായശ്ച നിഗ്രഹം ഏതത് വൈദ്യസ്യ വൈദ്യത്വം ന വൈദ്യ പ്രഭുരായുഷ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഹേതുലിംഗം പ്രശമനം രോഗാണം അപുനർഭവം ജ്ഞാനം ചതുർവിധം യസ്യ സ രാജാർഹോഭിഷക്തം. ചതുർവിധ ജ്ഞാനമുള്ള വൈദ്യനാവണം. ആ വൈദ്യൻ ശരിക്ക് രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ആയുസിന്റെ പ്രഭു വൈദ്യനല്ലാതെ. രോഗത്തെ ചികിത്സിക്കാം, പഠിച്ച് വൃത്തിയായിട്ട് ജീവിക്കാം. ആയുസ് രോഗമായിട്ട് ബന്ധമില്ലല്ലോ. എൻ്റെ അനിയൻ ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ എക്സ്പെർട്ടാണ്, ഈ ലിംഫോമാറ്റിക് ഡിസോർഡേഴ്സിന്റെ. അദ്ദേഹം പറയുന്നത് ചികിത്സ ശരിക്കും
എഫക്റ്റീവ് ആയിരിക്കും. അനദർ നോർമൽ എന്ന് പറയുന്നു. മാറുന്നതാണ്, ശരിക്കും നോക്കിയാൽ മാറുന്നതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ എന്റെ അനുഭവം 10-14 കൊല്ലം മുമ്പ് ആളിപ്പോഴും ജീവിച്ചിരിക്കും, മാറിയതാണ്. ഇപ്പൊ ഇന്നലെയും വന്നിരുന്നു ഇവിടെ കേസ് അങ്ങനത്തെ ഈ ലിഫ് പ്ലാന്റ് വലുതായിട്ടുള്ളത്. അത് മാറുന്നതാണ് സിമ്പിളായിട്ട്. ചികിത്സ പാളിയെ പോയി, സശ്രദ്ധം ചികിത്സിക്കണം, നാം ഭേദാവും. ആൾക്കാർ പറഞ്ഞ വിശ്വസിക്കില്ല, അത് മാറണമെന്ന് പറഞ്ഞ വിശ്വസിക്കില്ല. എന്താ ചെയ്യാ? നമ്മളെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി ഈ ഔഷധങ്ങളെ കൊണ്ട് കുറെ രോഗങ്ങൾ ഉണ്ടായി കിട്ടും, പിന്നെ ഡ്രഗ് ഡിസീസായി മാറും. അങ്ങനെ വന്നാൽ മാറില്ല. ഇമ്മ്യൂണിറ്റി ഒക്കെ പോയിട്ട് പ്രശ്നമാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അസാധ്യമായിട്ട് വരും. അത് നമ്മുടെ നെഗ്ലിജൻസ് ആണ്, മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയും. ഇവിടെ അങ്ങനത്തെ രോഗങ്ങൾ കൂടി വരിക. അപ്പോ ഇവിടെയും കൂടി വരിക. എന്താ അറിയില്ല, ചില കാലാവസ്ഥയിൽ അങ്ങനെ. ഇപ്പൊ പശുക്കളൊക്കെ ഇതിലിടയ്ക്ക് വ്യാപകമായിട്ടൊരു രോഗം ഉണ്ടായി ഇവിടെ. ഇതേപോലെ ലിംഫോമാറ്റിക് ഡിസോർഡർ. എന്നാ കുറെ പശുക്കൾ ചത്തുപോയി, കുറെ എണ്ണം സർവൈവ് ചെയ്ത് വന്നു. കണ്ട പോലെ എല്ലാ ഭാഗത്തും വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് ആയുർവേദ ചികിത്സിച്ചിട്ടുണ്ട്. മൊത്തം കേരളത്തില് പാലക്കാട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ ഉണ്ടായി, മലപ്പുറത്തും. ഒരുവിധം 80% പശുക്കൾക്ക് ഉണ്ടായി ഒരു പകർച്ച. പശുക്കൾക്ക് കണ്ടാൽ എന്താ ബുദ്ധിമുട്ടാല്, പശുക്കൾക്ക് കണ്ടാൽ പിന്നെ അടുത്ത് വരാൻ പോണ മനുഷ്യർക്കാണ്. ഏത് രോഗവും പശുക്കൾക്ക് കണ്ടാൽ പിന്നെ അടുത്ത് കാണുക അത് മനുഷ്യർക്കാണ്. അതിപ്പോ കണ്ടുവരുന്നത്. മനുഷ്യന് മുമ്പുണ്ടായത് പശുവാണ്, പശുവിന് ശേഷം ഉണ്ടായ മൃഗമാണ് മനുഷ്യന്. അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മള് പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറില്ല അല്ലേ സാറേ? ഈ മോഡേണിറ്റി വരണേന് മുമ്പ്, ഈ ആധുനികത വരണേന് മുമ്പ് അല്ലേ? വളരെ കുറവായിരുന്നു. 80% പശുക്കൾക്കൊക്കെ ഇതൊക്കെ വരാച്ചാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഡേഞ്ചറസ് അവസ്ഥയല്ലേ? നമ്മുടെ ഇവിടുത്തെ 10-12 പശുക്കൾക്ക് വന്നു. 12 കുട്ടികൾക്കും ഒക്കെ വന്നു. പശുവിനും കുട്ടിക്ക് ഒന്നിച്ചാ വരിക. എന്താ ചെയ്യാ? ആ വന്നതിനെ മാറ്റി കെട്ടി വേറെ തൊഴുത്തിലേക്ക് കെട്ടി, ഈ വിറ്റ വേറെ കെട്ടി നിന്നിട്ട് നമ്മള് വേപ്പും പിണ്ണാക്കും വേപ്പെണ്ണയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് സ്പ്രേ ചെയ്ത് പുകച്ച് മേല് തേച്ച് കൊടുത്ത്, മുറിവെണ്ണയെ തേച്ച് കൊടുത്ത്, ഭക്ഷണ കഷായങ്ങളോ കൊടുത്തു പശുക്കൾക്ക്. എല്ലാം രക്ഷപ്പെട്ടു. ഇവിടുത്തെ എല്ലാ പശുവും രക്ഷപ്പെട്ടു. എന്താ ചെയ്യാ? ഓരോ കാലാവസ്ഥയാണ്. നിർത്തിയാലോ? ശരി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശബ്ദം പോയിരിക്കുകയാണ്. ആയുർവേദം ഇന്ന് തൈറോയിഡ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്.